പ്രസന്റേഷൻ നമ്മൾ കേട്ടു. വിഷയങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. രണ്ടുപേരും ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും വിഷയത്തിന്റെ പല തലങ്ങളിലൂടെ പറഞ്ഞു പെട്ടെന്ന് പോയി. അപ്പൊ നിങ്ങൾക്ക് വിഷയം അതിൽ ഉൾക്കൊണ്ട് അവർ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഒരു മോഡറേഷനും കുറച്ച് കാര്യങ്ങൾ പറയലും ഒക്കെ നടക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഉറക്കം വരുന്നുണ്ടാ? എഴുന്നേറ്റ് വെറുതെ നല്ല നെയ്ച്ചോറൊക്കെ തിന്നും പൊറോട്ടൊക്കെ തിന്നിട്ട് അക്കൈലിയും ഫിലോസഫി ആവുമ്പോ തന്നെ മയക്കുണ്ടാവും. ഡ്രിങ്ക്സ് വരുന്നുണ്ടെന്നുണ്ടോ? അതുവരെ നിങ്ങൾ ഉറങ്ങാതെ പ്രതീക്ഷിച്ചിരിക്കും. ഷറൂലക്കായ് നിങ്ങളെ സിലബസിലുണ്ട് അല്ലേ? എല്ലാരും ഷറൂലക്കായ് ഓതി കഴിഞ്ഞവരാ? അതിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാ? അത് ജനറൽ അല്ലേ? ഓക്കെ. ഷറൂലക്കായ് ഓതി കഴിഞ്ഞ ആളുകളോട് പിന്നെ ഇതിലൊരു കൂടുതൽ അഡീഷൻ ആവശ്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷറൂലക്കായ് മനസ്സിലാവുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒക്കെ ഒരു ബേസ്. ക്ലാസിക്കൽ ടെക്സ്റ്റുകളുടെ ഒക്കെ ഒരു എത്രത്തോളം പ്രൊഫൗണ്ട് ആണ് അതൊക്കെ എന്നുള്ളത് ഷറൂലക്കായതൊക്കെ ശരിക്കും ഓതിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥത്തില് സ്വാഭാവികമായിട്ട് ഇതിൽ കുറച്ച് സങ്കീർണതകൾ വരും. ആശയപരമായിട്ടുള്ള ചർച്ചകളാവുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചില സങ്കീർണതകൾ വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഷറൂലക്കായതാണെങ്കിലും ഗസാലിമാമിന്റെ ഇഖ്തിസാദിലൊക്കെ പ്രത്യേകിച്ചും ഇത്തരം വിഷയങ്ങളുടെ ഒക്കെ മുഖദ്ദിമയിൽ ഇവരുടെയൊക്കെ മുസന്നിഫുമാർ പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഇതെല്ലാവർക്കും പറ്റിയതല്ല, എല്ലാവരും ഇത് വായിക്കണ്ട, എല്ലാവരും ഇത് നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പരമാവധി ആളുകളെ നിരുത്സാഹപ്പെടുത്താനാണ് അവർ ശ്രമിക്കാറുള്ളത്. കാരണം എല്ലാവർക്കും ഇത് മനസ്സിലാവില്ല എന്നുള്ളതാണ്. അത് നിങ്ങളെ പറ്റിയല്ല, സാധാരണ ജനങ്ങളെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവണം. സ്വാഭാവികമായിട്ടുള്ള സങ്കീർണതകൾ എന്തായാലും ഉണ്ടാവും. അതാ അങ്ങനെ തന്നെയാണ്. ഇത്തരം സംഗതികൾ ലളിതാക്കി പറയരുത് എന്ന് പറഞ്ഞ ഫിലോസഫേഴ്സ് ഉണ്ട്. ഒന്നും ലളിതാക്കി പറയാൻ പാടില്ല എന്ന്. അപ്പൊ എനിവേ നമ്മള് ഈ രണ്ട് വിഷയത്തിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഒന്ന് ദൈവത്തിന്റെ എന്താ പറയുക എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാസ്തിക്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എത്രത്തോളം നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ നമ്മൾ അതിൻ്റെ ഒരു വായനയും അതിൻ്റെ ഒരു പ്രസക്തി ഉൾക്കൊണ്ടിട്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഇനി ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു ആകത്തുക പുതിയ കാലത്ത് നമ്മളിത് എങ്ങനെ മനസ്സിലാക്കണം, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഒരു ദാഴികൾ എന്നുള്ള നിലക്ക് ഇത് എങ്ങനെ കൺസീവ് ചെയ്യണം എന്നുള്ളത് പ്രധാനമാണ്. ഇതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്നുള്ളതും പ്രധാനമാണ്. ഇത് നമ്മൾ ആളുകളോട് എങ്ങനെ പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഓൾറെഡി പുക അത് പറയുന്നു, അതിനേക്കാൾ പുകയാവരുത്. നമുക്കൊരു വിഷയം മനസ്സിലായാലും അത് ക്ലാരിറ്റിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു അത് എനിക്ക് ശരിക്കും മനസ്സിലാക്കി അങ്ങനെ പറഞ്ഞുതരാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല എന്നാണ്. ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി പൂർണ്ണമാവുള്ളൂ. അപ്പൊ നമ്മള് ഈ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്നുള്ള ഒരു വിഷയത്തിൽ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഇപ്പൊ ദൈവം ഉണ്ടോ ദൈവമല്ലേ എന്നുള്ളതിൽ ശരിക്ക് നമ്മൾ ഇതിൻ്റെ ഒരു ട്രഡീഷൻ ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ഈ ഡിസ്കഷനിൽ വരുന്ന ഏത് സങ്കല്പം എടുത്താലും എല്ലാവരും ശരിക്കും ഒരു ദൈവത്തെ പറ്റി പറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഏത് പടച്ചോനാണെന്നുള്ളതിലെ തർക്കമുള്ളൂ ശരിക്ക്. ഇപ്പോ പടച്ചോനൊന്നും വേണ്ടതൊക്കെ പ്രകൃതിപരമായിട്ടുണ്ടായി എന്ന് പറയുകയാണെങ്കിൽ പ്രകൃതിയാണ് ദൈവം, അതൊരു വാദമാണ്. ദഹിറിനെ പടച്ചോനെ കണ്ട ആൾക്കാരുണ്ട്. യുഹ്ലിക്കുന ഇല്ല ദഹർ എന്ന് ഖുർആൻ പറയണ്ടല്ലോ. ദഹിരിയാക്കളെ പറ്റി ഖുർആനിൽ തന്നെ പ്രയോഗമുണ്ട്, പരാമർശമുണ്ട്. അപ്പൊ പടച്ചോനൊന്നും ആവശ്യമില്ല, ഇതൊക്കെ പ്രകൃതിപരമായിട്ടുണ്ടാവും എന്ന് പറഞ്ഞാല് നേച്ചറിനെയാണ് അവർ ദൈവമായിട്ട് കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ ശരിക്ക് നാസ്തികര് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മതമില്ല പടച്ചോനില്ല എന്ന് പറയുന്ന ആളുകളും ഒരു പടച്ചോനെ പറ്റി പറയുന്നുണ്ട്. ഇത് ഏത് പടച്ചോനാണെന്നുള്ളതിലെ തർക്കമുള്ളൂ ആക്ച്വലി. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും ചില ആൾക്കാർ ഞാൻ പഠിച്ചോനൊന്നും അങ്ങനെ പഠിച്ചോനൊന്നും വേണ്ട. അപ്പൊ അത് ഒരാള് എന്താ പറയാ അജ്ഞത നടിക്കുകയാണ്, അല്ലെങ്കിൽ ആ വിഷയം ആലോചിക്കാതിരിക്കുകയാണ്. ഇത് ആലോചിച്ച് കമന്റ് ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും ഒരു ആരംഭത്തെ പറ്റി പറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ശ്രമിക്കുന്ന ഒരു മെത്തഡോളജി ഇത് പുതിയ കാലത്ത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നതുകൂടി ഉൾക്കൊണ്ടിട്ടാണ്. ഇപ്പൊ അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ ആരംഭമില്ലാത്ത ഒരു പടച്ചോനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. വേറെ ഒരാള് ഇപ്പൊ പടച്ചോന്റെ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ആ പടച്ചോനെ സൃഷ്ടിച്ചത് ആരാണ്? മൻ ഖലഖല്ല എന്ന് പറയുന്ന ആ ടൈറ്റിലൊക്കെ നല്ല പുസ്തകങ്ങളുണ്ട് പുതിയ കാലത്ത്, വായിച്ചു നോക്കാൻ പറ്റിയ പുസ്തകങ്ങളാണ്. അപ്പോ മൻ ഖലഖല്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട്, ആരാണ് പടച്ചോനെ ഉണ്ടാക്കി എന്നുള്ളത്. അപ്പൊ നമ്മൾ പറയുന്നത് പടച്ചോനെ അങ്ങനെ ആരും ഉണ്ടാക്കണ്ട, പടച്ചോൻ ഉണ്ട്, പടച്ചോൻ ഉണ്ടായതുകൊണ്ട് ആണിത് സാധ്യമായത് എന്നുള്ളതാണ്. അപ്പൊ ഇത് പറയുമ്പോ ശരിക്ക് നമുക്ക് തന്നെ എന്നാലും
ഒരാൾ വേണ്ടേ ഒരു സംശയം ആൾക്കാർക്ക്. എല്ലാവർക്കും ഇപ്പൊ നമുക്ക് ഒരു ക്രിയേറ്റർ വേണം, നമ്മളെ ഉണ്ടാക്കിയവനക്ക് ഓരോ ക്രിയേറ്റർ വേണം, അതിങ്ങനെ പോയി പഠിച്ചോന്. അപ്പൊ ആ ഒരു ലോജിക്ക് പഠിച്ചോനും ബാധകാവണ്ടേ എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് പഠിച്ചോനെ ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിക്കുന്നത്. അത് ശരിക്കും ആ ചോദ്യത്തിൽ നിന്ന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടല്ല, പഠിച്ചോന്റെ എക്സിസ്റ്റൻസിനെ അപ്രസക്താക്കാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ സയൻസ് യൂണിവേഴ്സിന്റെ പ്രപഞ്ചത്തിന്റെ ആരംഭത്തെ പറ്റി സംസാരിക്കുന്ന ഒരു സമയത്ത് ഇപ്പൊ ഈ വൈശാഖൻ തമ്പിയാണ് ഇവരുടെ കൂട്ടത്തിൽ കുറച്ചൊരു വിവരമുള്ളതായിട്ട് മനസ്സിലാക്കപ്പെടുന്നത്. വൈശാഖൻ തമ്പിയും ഇപ്പൊ നിങ്ങള് മനുഷ്യൻ സങ്കീർണമായ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് വേണമെന്ന് മതവിശ്വാസികൾ പറയുമ്പോൾ അവരുടെ തന്നെ വാദം അനുസരിച്ച് ഇതിനേക്കാൾ സങ്കീർണമായ സൃഷ്ടാവിന് എന്തായാലും ഒരു സൃഷ്ടാവ് വേണ്ടേ എന്നുള്ളത് സിമ്പിളായിട്ട് അവർക്ക് മനസ്സിലാവില്ല എന്നൊക്കെ ഒരു ചോദിക്കാറുണ്ട്. ഈ വൈശാഖൻ തമ്പി തന്നെ ഒരു ക്ലാസ്സിൽ അയാളുടെ ഒരു യൂട്യൂബിൽ ഒരു സംസാരത്തില് പിന്നെ പ്രപഞ്ചത്തിന്റെ ആരംഭത്തെ പറ്റി സിംഗുലാരിറ്റിയും ബിഗ് ബാങ്കും ഒക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവിടെ ഇപ്പൊ ഈ കോമൺ സാധനം ചോദിക്കാം, ഇപ്പൊ ബിഗ് ബാങ് ഉണ്ടായി, എവിടെ ഉണ്ടായി? ഒരു പടക്കം പൊട്ടിക്കാനൊരു സ്ഥലം വേണമല്ലോ. അപ്പൊ ഈ മഹാവിസ്ഫോടനം ഉണ്ടായി എന്ന് പറയുമ്പോൾ എവിടെ ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യം അപ്പൊ അത് ചോദിക്കാൻ പാടില്ല. ഇപ്പോ ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന് പ്രപഞ്ചം രൂപപ്പെട്ടു, അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയിൽ ഒരു ബിഗ് ബാങ് ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മളൊരു ബിന്ദു എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞൊരു സംഗതിയാണ്, നമ്മളൊരു ബിന്ദു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഒരു വെള്ളപ്രതലം, ആ പ്രതലത്തിൽ ഒരു ഡോട്ട്, ഒരു കുത്ത്, ഒരു ബിന്ദു. ശരിക്ക് അങ്ങനെ ഒരു പ്രതലല്ല. ടൈമും സ്പേസും ഒക്കെ അതിന് ശേഷം ഉണ്ടായതാണല്ലോ. പ്രപഞ്ചം ഉണ്ടായതിനു ശേഷമാണല്ലോ സമയവും സ്ഥലം, ഈ സ്ഥലകാല ബന്ധങ്ങളൊക്കെ ഉണ്ടാവുന്നത് പ്രപഞ്ചം ഉണ്ടായതിനു ശേഷമാണ്. അപ്പൊ സിംഗുലാരിറ്റിയുടെ മുന്നേ എന്താന്നുള്ള ചോദ്യം അത് പ്രസക്തല്ല എന്നാണ് അവരും പറയുന്നത്. അതിന്റെ മുമ്പ് ഒന്ന് ചോദിക്കാൻ പാടില്ല. ഈ സിംഗുലാരിറ്റിയും പ്രപഞ്ചം അതിന് തുടർച്ചയിൽ പ്രപഞ്ചം ഉണ്ടായപ്പോഴാണ് എന്തുണ്ടായത്? സമയവും ഈ ആനുകൂല്യം അവർക്ക് പഠിച്ചോനും ഉണ്ടായി കൊടുക്കാൻ പറ്റൂലേ? ഈ ആനുകൂല്യം എന്താ പഠിച്ചോന് കൊടുത്താല്? മനസ്സിലാവണ്ടോ എന്ന് പറയുന്നത്? അപ്പോ ഈ ഇത്ര ഡിസൈൻഡ് ആയിട്ടുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ, ഇത്ര സങ്കീർണമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ടൈമിന്റെയോ സ്പേസിന്റെയോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു സിംഗുലാരിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ചില്ലറ സാധനമല്ല. അതിന് ചില സിഫാത്തുകൾ വേണം. അതിനൊരു സിഫാത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പഠിച്ചോനെ പറ്റിയിട്ടാണല്ലോ. ഇപ്പോ പിന്നെ ഒരു ചർച്ചയിൽ ഡോക്കിൻസ് തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഒരു അയാളൊരു ഡാം ഇന്റലിജന്റ് ആവൂല, അങ്ങനെ ഒരു പഠിച്ചോനെ പറ്റിയാണ് അയാളൊരു ഡാം ഇന്റലിജന്റ്. ആ ഇന്റലിജന്റ് ആയ പഠിച്ചോനെ പറ്റി തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അള്ളാഹിനെ പറ്റി പറയുമ്പോ അള്ളാഹിന്റെ സിഫാത്തും പഠിക്കണ്ടല്ലോ അല്ലെ? ഇതിപ്പോ അള്ളാഹിന്റെ സിഫാത്ത് എന്ന് പറഞ്ഞാല് അങ്ങനെ എണ്ണി പറഞ്ഞ് നമ്മളാണ് നമ്മളൊരു മീറ്റിംഗ് കൂടി തീരുമാനിച്ചാണോ പഠിച്ചോന് ഈ സിഫാത്തൊക്കെ വേണമെന്ന്? അല്ലല്ലോ. അങ്ങനെ ഒരു ദാത്ത് ഉണ്ടെങ്കിൽ, പ്രപഞ്ചം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഖാലിഖ് വേണം. ആ ഖാലിഖ് വേണമെന്നുണ്ടെങ്കിൽ ഖാലിഖിന് ഈ സിഫാത്ത് മുഴുവൻ വേണം. അവൻ അലീമാവണം, ഖാദിറാവണം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഖുദ്റത്തും ഇറാദത്തും ഇൽമും ഒക്കെ ഉള്ള ഒരു പടച്ചോനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനിപ്പോ സിംഗുലാരിറ്റി, ഇപ്പൊ നമ്മള് 99 പേരുള്ളായിരിക്കും ഇപ്പൊ ഒരു സിംഗുലാരിറ്റി, ഈ പറയുന്ന സിഫാത്തുകളൊക്കെ ബാധകമാണ്. ഇപ്പൊ പേരിനാണോ അവരുടെ പ്രശ്നം? അപ്പോ ഇവര് പറയുന്നതിന് ഈ ആനുകൂല്യങ്ങളൊക്കെ വകവെച്ചു കൊടുക്കാമെന്നും വിശ്വാസികൾ പടച്ചോനെ പറ്റി പറയുമ്പോൾ അതിന് മുമ്പ് വേണം, അതിനെ സൃഷ്ടിച്ച ഒരാൾ വേണം എന്നൊക്കെയുള്ള ചർച്ചകൾ വേണമെന്ന് പറയുന്നത് അവരുടെ തന്നെ വാദത്തിൽ പറഞ്ഞാൽ ഒരു വൈജ്ഞാനിക സത്യസന്ധത ഇല്ലാത്ത വർത്താനാണെന്ന് പറയാൻ പറ്റും. ഓക്കെ. അപ്പോ ദൈവത്തിന്റെ ആസ്തിക്യത്തെ പറ്റി ചർച്ച ചെയ്യുന്ന ആരും തിരിച്ച് നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റുക, നിങ്ങൾ പ്രപഞ്ചം ഉണ്ടെങ്കിൽ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, നിങ്ങൾ എങ്ങനെ ഉണ്ടായി? അപ്പൊ പരിണാമെന്നോ പ്രകൃതിന്നോ എന്ത് പറയുകയാണെങ്കിലും അപ്പൊ പിന്നെ അതാണ് ഡിബേറ്റ്. ഏത് പ്രകൃതി? ഈ പ്രകൃതിക്ക് എന്തിനാണ് കപ്പാസിറ്റി ഉള്ളത്? അപ്പോ ഈ സിംഗുലാരിറ്റി ഏത് സിംഗുലാരിറ്റി? ആ സിംഗുലാരിറ്റിക്ക് എങ്ങനെയാണ് ഇത്ര നല്ലൊരു ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റും? ഒരു പൊട്ടിത്തെറിന്ന്, ഒരു സ്വാഭാവികമായ പൊട്ടിത്തെറി ഇതൊക്കെ ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ചർച്ച ആവണം. അപ്പൊ അതിന്റെ സിഫാത്ത് എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങളൊക്കെ പറയാൻ അവരും ബാധ്യസ്ഥരാണ്. ഒരാളത് പറയുന്നില്ലെങ്കിൽ അയാളത് ആലോചിക്കുന്നില്ല എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ നമ്മളെപ്പോലെ പിന്നെ എന്താ പറയുക, ഒരർത്ഥത്തിൽ അവർക്കും അതിന് ഉത്തരവൊന്നുമില്ല, അല്ലെങ്കിൽ ആ ചോദ്യത്തെ അഡ്രസ് ചെയ്യാൻ പറ്റൂല അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ മനുഷ്യന്റെ ഒരു പരിമിതിയാണ് നമുക്ക് പിന്നെ ഈ സമയവും സ്പേസും ഒക്കെ ഉണ്ടെങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ എന്നുള്ളത്. അതല്ലാത്തതിനെ പറ്റി ആലോചിക്കാനേ പറ്റൂല. അത് നമ്മൾ എത്രത്തോളം ലിമിറ്റഡ് ആണെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ അപ്പുറത്ത് എന്താന്ന് ചോദിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി തുറക്കത്തെ പറ്റി ചോദിക്കുമ്പോൾ അത് പറയാൻ പാടില്ല എന്ന് പറയുന്ന ആ ആനുകൂല്യെങ്കിലും പഠിച്ചവനെ പറ്റി പറയുമ്പോൾ ഒരു വക വെച്ച് തരണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്നുള്ളതിൽ വൈജ്ഞാനിക സത്യസന്ധതയുള്ള ഒരു യുക്തിവാദിയും അതിൽ ശരിക്കും കൺവിൻസിംഗ് ആയിട്ട് ഒരു മറുപടി പറയാൻ യോഗ്യരല്ല. കാരണം അതിന് മാത്രം അവർക്കൊന്നും പറയാൻ പറ്റൂല. കാരണം അതിനേക്കാൾ വലിയ ചോദ്യത്തിന് അവർ ഉത്തരം പറയേണ്ടി വരും. പിന്നെ
യുക്തിവാദം, ഇപ്പൊ ഇവിടെ റാഷണലിസം എംപിരിസിസം എന്നുള്ളതിന്റെ ഒരു ഫിലോസോഫിക്കൽ സംഗതി കുറച്ചൊക്കെ പറഞ്ഞു. ഇവരല്ലെങ്കിൽ യുക്തിവാദികൾ എന്ന് പുതിയ കാലത്ത് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പറയുന്നവർ എന്ത് അടിസ്ഥാനത്തിലാണ് അവർ യുക്തിവാദികൾ എന്ന് വിളിക്കുക എന്നുള്ളതും അതിലൊരു പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പോ വെസ്റ്റേൺ ഫിലോസഫിയിൽ റാഷണലിസം ഉണ്ട്, എംപിരിസിസം ഉണ്ട്, ടു മേജർ സ്കൂൾ ഓഫ് തോട്ട്. അപ്പോൾ ഈ രണ്ട് സ്കൂൾ ഓഫ് തോട്ടിലും വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഫിലോസഫേഴ്സ്, സ്കോളേഴ്സ് ഉണ്ട്. റാഷണലിസ്റ്റുകൾ എന്ത് പറഞ്ഞു? റാഷൻ ആണ്, റീസൺ ആണ് മാനദണ്ഡം. മറ്റൊരു പറഞ്ഞു എംപിരിക്കൽ എവിഡൻസ് ആണ്, അനുഭവമാണ് മാനദണ്ഡം. ഇന്നത്തെ യുക്തിവാദികൾ എങ്ങനെയാണ് റാഷണലിസം എന്ന് പറയുന്ന ഒരു ആശയത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ്. ഇവര് പഠിച്ചോനില്ല, എന്താണ് ഞങ്ങൾ കാണുന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഒരു മാതൃകാ യോഗ്യമായ ഒരു ജീവിതം ഉണ്ടായിരുന്നു. സമ്മതിക്കൂല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അപ്പൊ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് എങ്ങനെ യുക്തിവാദമാവുക? അതൊരു അനുഭവ, ഒരു എംപിരിക്കൽ ആയിട്ടുള്ള ഒരു സംഗതിയാണത്. ശരിക്കും യുക്തിവാദം, യുക്തിയല്ല അതിലുള്ളത്. യുക്തിയല്ല അതിലുള്ളത്, അതിൽ കേവലം അനുഭവങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യമാണത്. ഓക്കെ, അവരുടെ അനുഭവത്തിൽ അങ്ങനല്ല എന്നുള്ളതാണ്. ഒരു യുക്തി പോലും ഉന്നയിക്കാൻ പറ്റാത്ത, ആ പേര് തന്നെ കടമെടുപ്പാവുന്ന ഒരു സംഗതി കേരളത്തിലെ നല്ല പൊതുവെ യുക്തിവാദികൾക്ക് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. അവരൊരു റീസൺ മുന്നിൽ വെച്ചിട്ടല്ല വിഷയങ്ങൾ പറയുന്നത്. ഇപ്പൊ ഇവിടെ അസ്ബാബുൽ ഇൽമിനെ പറ്റി, ഇസ്ലാമിന്റെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ റൂട്ടിനെ പറ്റി പറഞ്ഞു. ഏതൊക്കെയാണ്? അഖ്ല്, ഹവാസ്, ഖബർ, സ്വാദിഖ്. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇത് ഈ നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റിൽ പറയുന്ന ഇസ്ലാമിന്റെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ റൂട്ട് എന്ന് പറയുന്നത് എത്രത്തോളം യുക്തിഭദ്രമാണ്, എത്രത്തോളം റെലവെന്റ് ആണെന്ന് ആലോചിച്ച് നോക്കി. ഈ അഖ്ല് എന്ന് പറയുന്നതാണ് ശരിക്കും റാഷണലിസം. ഇസ്ലാമില് യുക്തിയെ ബുദ്ധി നമ്മൾ തള്ളിക്കളയുന്നില്ലല്ലോ. ബുദ്ധിനെ എങ്ങനെ എന്ത് ലോജിക്കൽ നമ്മൾ തള്ളിക്കളയുന്നില്ല. ശരിക്ക് അഖ്ല് പ്രധാനമാണ്. മനുഷ്യന്റെ അനുഭവം പ്രധാനം തന്നെയാണ്. മനുഷ്യന്റെ അനുഭവത്തിലൂടെ അവൻ അറിവ് കിട്ടാം. എംപിരിസിസം പ്രധാനം തന്നെയാണ്. അപ്പോ എംപിരിസിസം മാത്രമാണ് ശരി, ഇസ്ലാം അത് പറയുന്നില്ല. എംപിരിസിസവും ശരിയാണ്, റാഷണലിസം മാത്രമാണ് ശരി, അത് ശരിയല്ല. റാഷണലിസവും ശരിയാണ്, അറിവിന്റെ മാനദണ്ഡമാണ്. അതല്ലാത്ത വേറൊരു സംഗതി കൂടി ഇസ്ലാം പറഞ്ഞു, ഖബർ, സ്വാദിഖ്. ഒരാളുടെ സംസാരം, ഒരു ഒതന്റിസിറ്റി എങ്ങനെയാണ് ശക്തിപ്പെടുന്നത്? പലതിലും നമുക്ക് നമ്മുടെ അക്കല് കൊണ്ടോ നമ്മുടെ ഹവാസ് കൊണ്ടോ മനസ്സിലാവാത്ത സംഗതികളുണ്ടോ? അപ്പൊ നമ്മൾ ഒരു സോഴ്സിനെ അല്ലെങ്കിൽ ഒരു ഏജൻസിയെ അംഗീകരിക്കുകയാണ്, വിശ്വസിക്കുകയാണ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നു, ഡോക്ടർ നമുക്കൊരു മേജർ സർജറി വേണമെന്ന് പറയുന്നു. നിങ്ങളുടെ ഇന്റേണൽ ഓർഗണിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, സർജറി വേണമെന്ന് പറയുന്നു. നമുക്ക് രണ്ട് തരത്തിൽ, ഇപ്പൊ ഈ എംപിരിക്കൽ അല്ലെങ്കിൽ റാഷണൽ ആയിട്ടുള്ള രണ്ട് തരത്തിൽ നമുക്ക് അതിനെ സമീപിക്കാൻ പറ്റും. ഒന്ന്, ഞാനത് കണ്ടിട്ടില്ല, ഞാനത് പഠിച്ചിട്ടില്ല, അപ്പൊ ഞാനത് കാണാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് ഞാനത് സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ട് എന്റെ ബുദ്ധി കൊണ്ട് എനിക്ക് എന്റെ ഒരു അവയവത്തിന് ഒരു പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ഇയാൾ പഠിച്ചത്ര നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മുടെ ഒരു ഏരിയ അതല്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സർജൻ പറയുമ്പോ, ഇനി എന്റെ ബുദ്ധിക്ക് ഇത് മനസ്സിലായിട്ടേ ഞാനത് അംഗീകരിക്കുള്ളൂ, അല്ലെങ്കിൽ എന്റെ അനുഭവത്തിൽ ഇത് ബോധ്യമായിട്ടേ ഞാൻ അംഗീകരിക്കുള്ളൂ എന്ന് പറയാലല്ല യുക്തി. ഖബർ സ്വാദിഖാണ് അവിടെ യുക്തി. അയാൾ അതിലൊരു ഏജൻസി, അയാൾ അതിലൊരു ഒതന്റിക് സോഴ്സ് ആണ്. അയാൾ വിശ്വസിക്കുക എന്നുള്ളത് യുക്തിപരാണ്. അത് കേവല വിശ്വാസമല്ല, അത് യുക്തിപരമായിട്ടുള്ളൊരു റാഷണൽ ആയിട്ടുള്ളൊരു പൊസിഷനാണത്. കറണ്ട് പോവുമെന്ന് വൈദ്യുതി വകുப்புന്ന ഒരു അറിയിപ്പ് ഉണ്ടാവുമ്പോൾ, മഴ പെയ്യാൻ സാധ്യത ഉണ്ട്, കറണ്ട് പോകാൻ സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ, ഇനി അത് നമ്മുടെ ആലോചനയിലും നമ്മുടെ ബുദ്ധിയിലും ബോധ്യപ്പെട്ടാലേ അംഗീകരിക്കുള്ളൂ എന്ന് പറയലല്ല യുക്തിപരം. അവരതിന്റെ ആളുകളാണ്, ആ ആളുകൾ പറയുന്നത് ശരിയാണ്. പ്രവാചകന്റെ ജീവിതം വളരെ പ്രസക്തമായ ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. പ്രവാചകൻ പറഞ്ഞത് പലതും കണ്ടതും അനുഭവിച്ചതുമായിട്ടുള്ള ചിത്രം നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ നമുക്ക് കുറെ സംഗതികൾ മനസ്സിലാവുന്നില്ല. നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റൂല. അതൊരു റാഷണൽ ആയിട്ടുള്ള പൊസിഷൻ അല്ല. ഈ ഖബർ സ്വാദിഖ് എന്ന് പറയുന്നതും ഇസ്ലാമിന്റെ എപ്പിസ്റ്റമോളജിയിലെ വളരെ റാഷണൽ ആയിട്ട് നമുക്ക് ആരുടെ മുന്നിലും പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പോ ഇപ്പോ ഈ ഇഖ്തിസാദിലൊക്കെ ഗസാലി ഇമാം പറയുന്ന ഒരു സംഗതി ഉണ്ട്, അല്ലെങ്കിൽ ശരീരത്തില് ബുദ്ധിക്ക് യോജിക്കാത്തത് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. ശരി, ഇസ്ലാമിലുള്ള ഒരു സംഗതി ഒരു നിലക്കും നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ അത് ഏത് ബുദ്ധിയാണെന്നുള്ളതാണ് പ്രധാനം. ഏത് ബുദ്ധിയാണെന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ആ ബുദ്ധിക്ക് ഈ പറയുന്ന ഖബർ സ്വാദിഖിനെ ഉൾക്കൊള്ളാൻ പറ്റണം. ഇപ്പം സുറാത്ത് മുസ്തഖീം അങ്ങനെ ഒരു പാലുണ്ട് എന്നും അത് കടന്നു പോകണമെന്നും
നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ എന്ന് പറയല, ആ ബുദ്ധിയെ പറ്റിയല്ല അത് പറയുന്നത്. മനുഷ്യന് പിന്നെ അതായത് ഒരു ഒരു നേർത്ത മുടിയുടെ പിന്നെ രൂപകൽപ്പനയാണ്, അല്ലെങ്കിൽ ഒരു നേർത്ത മുടി കൊണ്ടാണ് ആ പാലുണ്ടാക്കിയത് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെ. അപ്പൊ അതിലൂടെ ഒക്കെ എങ്ങനെ നടക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്ത ചോദ്യം. ഇങ്ങനത്തെ ഒരു മുടിന്റെ അല്ല, ഒന്നുമില്ലാത്തന്നെ നടക്കാൻ പറ്റുന്ന ചിത്രങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. അങ്ങനെ ചില അമ്പിയായിനും ചില ഔലിയായിനൊക്കെ കറാമത്തുണ്ട്, മുർജത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് കണ്ടവരുണ്ട്. അപ്പോ ഒന്നുമില്ലാതെ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മുടിന്റെ എന്തായാലും പറ്റണ്ടേ, അവിടെ എന്തെങ്കിലും ഒന്ന് ചവിട്ടാണ്ടല്ലോ, മറ്റേത് ഒന്നുമില്ലാതെ തന്നെ. അപ്പൊ അങ്ങനെ ഒരു റാഷണൽ ചിന്ത പോകണം. അല്ലാതെ നമ്മളെ ബുദ്ധിക്ക് യോജിക്കാത്ത ഒന്നും ദീനിലില്ല എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ എന്റെ സെൻസ് കൊണ്ട് ആലോചിച്ചിട്ട് എനിക്ക് പറ്റാത്തൊന്നും ദീനിലില്ല തള്ളിക്കള അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ ഡോക്ടറുടെ ഏജൻസി അംഗീകരിക്കുന്നത് പോലെ, എക്സ്പേർട്ടിന്റെ ഏജൻസി അംഗീകരിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഏജൻസിയെ, നബിയുടെ ജീവിതത്തെ അംഗീകരിക്കുന്നതും റാഷണൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ്. ഈ ഖബറു സ്വാദിഖ് എന്ന് പറയുന്നത് ലോകത്ത് നമ്മൾ ഇപ്പൊ വെസ്റ്റേൺ ഫിലോസഫിയിൽ ഒരു ഭാഗം വളരെ റാഡിക്കലായിട്ട് എംപിരിസിസം പറഞ്ഞു, കുറെ ആൾക്കാർ വളരെ ശക്തമായിട്ട് റാഷണലിസം പറഞ്ഞു. ഇത് രണ്ടും ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. അതിന് പുറമെ ഇസ്ലാം എന്തും പറഞ്ഞു, ഖബറു സ്വാദിഖും പറഞ്ഞു. അതൊരു മാതൃകയില്ലാത്ത വളരെ യുക്തിപരമായിട്ടുള്ള ഒരു പൊസിഷനാണ്. അത് കേവലം ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചൊല്ലി പഠിച്ചു പോവാനുള്ളതല്ല. അത് എത്രത്തോളം റാഷണൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ യുക്തിവാദം എന്നുള്ളത് ഒരു 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 കടമെടുപ്പാണെന്ന് പറഞ്ഞു. പിന്നെ പുതിയ കാലത്ത് വരുമ്പോഴേ ഈ നിയോക്തിസത്തെ പറ്റി പറയുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു ചിന്താപരമായിട്ടുള്ള ചർച്ച ഒന്നും പുതിയ കാലത്ത് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിയോക്തിസം എന്നൊക്കെ പറയുന്നത് ഇപ്പോ 9/11 ശേഷം, വേൾഡ് ട്രേഡ് സെന്റർ അക്രമത്തിന് ശേഷം രൂപപ്പെട്ട മതവിരുദ്ധ അല്ല, ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമാണ്. ഇപ്പോ റിച്ചാർഡ് ഡോക്കിൻസ് ആണെങ്കിലും സാം ഹാരിസൺ ആണെങ്കിലും ക്രിസ്റ്റഫർ ഹിച്ചൻസ് ആണെങ്കിലും ഇവരുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റുകളും പുസ്തകങ്ങളൊക്കെ നോക്കിയാൽ അത് ഒരുതരം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ്. അതിനൊരു ഇസ്ലാം വിരുദ്ധതയാണുള്ളത്, വിദ്വേഷമാണുള്ളത്. അതിനങ്ങനെ ആശയപരമായ വേറൊന്നുമില്ല. നിങ്ങൾ പിന്നെ ഇപ്പോ നമ്മളെ ക്യാമ്പസുകളിലോട്ട് വന്നാല് ഇപ്പോ ലിബറൽ ചിന്താഗതി, പിന്നെ ഇടതുപക്ഷം ഭയങ്കരമായിട്ട് ലിബറൽ ചിന്താഗതിയെ പ്രൊമോട്ട് ചെയ്യുന്നു, വ്യക്തി സ്വാതന്ത്ര്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ വ്യക്തി സ്വാതന്ത്ര്യവും ഇടതുപക്ഷം എങ്ങനെയാണ് ഒത്തുപോകുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇൻഡിവിജ്വലിസവും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലിബർട്ടിയും കമ്മ്യൂണിസവും എങ്ങനെയാണ് ഒത്തുപോകുക? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ശരിക്ക് വ്യക്തിവാദത്തിന് ഒരു സ്പേസും ഇല്ല അല്ലെ. പ്രൈവറ്റ് പ്രോപ്പർട്ടി പാടില്ല, സ്വകാര്യ സ്വത്ത് പാടില്ല, സ്വകാര്യ സംഗതികൾ പാടില്ല, ഒക്കെ കമ്മ്യൂണാണ് അല്ലെ, സോഷ്യലാണ് സംഗതി. ഇൻഡിവിജ്വൽ സ്പേസ് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാത്ത ഒരാശയാണ് ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽ സംഗതിയെ പറ്റി പറയുന്നത്. അപ്പൊ അത് ആശയപരമായ ഒരു ചർച്ച. അതിപ്പോ മൊത്തത്തില് ഒരു എല്ലാവരും കൂടി മതത്തെ, ഇസ്ലാമിനൊക്കെ ഒരു പൊതുശത്രുവായിട്ട് കാണാൻ എല്ലാവരും കൂടി പ്രവർത്തിക്കണം. അല്ലാതെ ഇന്നത്തെ ഇൻഡിവിജ്വലിസവും പിന്നെ ലെഫ്റ്റും തമ്മിൽ ആശയപരമായിട്ടൊരു യോജിപ്പുമില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോ ഈ നിയോക്തിസത്തിന്റെ കഥ എടുത്താലും ഭയങ്കര ആശയപരമായിട്ടുള്ള ചർച്ചകളൊന്നും അവർക്ക് പറയാനൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഈ കേരളത്തിൽ തന്നെ ഓരോരുത്തരും മഹാ കോമഡികളാണ്. ഇപ്പൊ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം. എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനോടുള്ള ഒരു വെറുപ്പ് മാത്രമാണ് അതിന്റെ ഒരു കാരണം, അല്ലാതെ വേറെ വല്ല ആശയപരം. ഇപ്പൊ ജബ്ബാർ മാഷിന്റെ വീട്ടിൽ പോയിട്ട് മണിക്കൂറുകളോളം മുമ്പിലൂടെ സംസാരിച്ചിരുന്നിട്ടുണ്ട്. എന്തെങ്കിലും, അതായത് എനിക്ക് മുമ്പിലോട് സഹതാപമാണ് തോന്നി. ഒരു മനുഷ്യൻ ഈ പ്രായത്തില് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ പറയാം, ഒരു സെൻസും ഇല്ല. അപ്പോ അതായത് വേദികൾ ഇപ്പൊ മുമ്പരങ്ങനെ സൈഡ് ലൈൻ ചെയ്ത് കൊണ്ടിരുന്നത്, അന്ന് മുമ്പര് നല്ല നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ആശയപരമായിട്ട് ഒരു സംഗതിയില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഭാര്യയുടെ പ്രമേഹം നമുക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാൻ, ഭാര്യയോട് നമുക്ക് സ്നേഹം ഉണ്ടോ എന്നുള്ളത് എങ്ങനെ നമുക്ക് ശാസ്ത്രീയമാവണം എല്ലാത്തിന്റെ അടിസ്ഥാനം എങ്ങനെ പറയാം? സയന്റിസം പുതിയ കാലത്ത് ന്യൂറ്റിസം ഭയങ്കരമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സംഗതിയാണ്. എല്ലാം ശാസ്ത്രീയമാവണം, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാലേ ഒരു സംഗതി ശരിയാവുള്ളൂ. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് സയന്റിഫിക് ആണോ? എല്ലാം ശാസ്ത്രീയമായാലേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ എന്നാണല്ലോ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ശാസ്ത്രീയമാണോ? അതെവിടെയെങ്കിലും അന്വേഷണ പരീക്ഷണം കൊണ്ട് തെളിഞ്ഞ സാധനം? അതൊരു ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ് ആണ്. അതായത് എല്ലാത്തിന്റെയും അടിസ്ഥാനം സയൻസ് ആവണം എന്ന് പറയുന്ന വാദം പോലും എന്തല്ല, സയന്റിഫിക് അല്ല. അത് ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആലോചനയാണ്. അപ്പോ ഞാൻ മൂപ്പരോട് ഇങ്ങനെ സംസാരിച്ചിരുന്ന സമയത്ത് ഒരു സയൻസ് മാനദണ്ഡവും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് മുമ്പ് ഫലസ്തീനിലും മറ്റൊക്കെ നടക്കുന്ന മുസ്ലിം, ഞാനൊരു വിശ്വാസി ഒന്നല്ലെങ്കിലും മുസ്ലിം കോസ് എന്നുള്ളത് പ്രശ്നവൽക്കരിക്കപ്പെടുന്നതും അപരവൽക്കരിക്കപ്പെടുന്നതും അതിലൊക്കെ പ്രയാസമുണ്ടെന്നും അതില് ഒരു വൈകാരികമായ ഐക്യദാർഢ്യമൊക്കെ മൂപ്പര് പ്രഖ്യാപിക്കണം. അപ്പൊ അതുവരെ മൂപ്പര് ശാസ്ത്രമാണ് പറയുന്നത്. ലാസ്റ്റ് പറയുമ്പോ
അപ്പം മനുഷ്യന് അങ്ങനെ ഒരു സാധനം ഉണ്ട് ശരിക്ക്. സയൻസ് ഒന്നും അല്ലാത്ത അതിന്റെ അപ്പുറത്തൊരു സാധനം, എല്ലാം കൂടി സയൻസ് കൊണ്ട് സയൻസിന് അങ്ങനെ ഒരു വാദമല്ല. സയൻസിന് അങ്ങനെ ഒരു വാദമല്ല. സയൻസ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് എക്സ്പെരിമെന്റിലൂടെ കാണാനും അനുഭവിക്കാനും ആലോചിക്കാനും പറ്റുന്ന ഒരു സംഗതിയെ പറ്റിയുള്ള, ഇതിന്റെ ഒക്കെ അപ്പുറത്ത് എല്ലാം ശാസ്ത്രീയ ആൾ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇപ്പൊ ഒരു ജീവിക്കുക? ഒക്കെ ഈ അടിസ്ഥാനപരമായിട്ട് അവർ പറയുന്നത് പോലും സയൻസ് കൊണ്ട് തെളിയിക്കാൻ പറ്റിയ സംഗതി അല്ലാന്ന് വരുമ്പോ പിന്നെ എന്താണ് അവർ പറയാ? അപ്പോ സയന്റിസം യഥാർത്ഥത്തിൽ സയന്റിസ്റ്റ് ആണെങ്കിലും ഇപ്പൊ പറയുന്ന നിയോ എത്തീസ് ആണെങ്കിലും ആശയപരമായ വേറൊന്നും ഇല്ലാത്ത കേവലം വാചക കസർത്താണ് ശരിക്കത്. ആ കസർത്ത് കൊണ്ട് കുറെ ആളുകളെ കബളിപ്പിക്കാനോ കുറെ ആളുകളെ സംശയത്തിന്റെ ഒരു വക്കിൽ കൊണ്ടുവത്താനൊക്കെ ഇവർക്ക് പറ്റുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ നമുക്ക് ഭയങ്കര ആശയപരമായ ഒരു സംഗതി പറഞ്ഞിട്ട് പിന്നെ ഒരു 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 ഫണ്ടമെന്റൽ ഇഷ്യൂ റൈസ് ചെയ്യാനും അതിലൂടെ മതത്തിനെ ചോദ്യം ചെയ്യാനൊന്നുള്ള ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റിയോ ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റിയോ ഒന്നും പുതിയ കാലത്ത് ന്യൂ എത്തിസ്റ്റത്തിൽ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ അതിന്റെ ഏത് തരം ഉദാഹരണം എടുത്താലും അത് പറയാൻ പറ്റും. ഇപ്പോ ആബ്സെൻസ് ഓഫ് ദി എവിഡൻസ് ഈസ് ദി എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നുള്ളത് ഗോഡ് ഡെല്യൂഷന്റെ കവർ തുടക്കത്തിൽ ഡോക്കിൻസ് എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവരുടെ ആലോചനയുടെ ഒരു പോക്കന്നെ അങ്ങനെയാണ്. പിന്നെ ഇവർ ഭയങ്കര യുക്തിവാദികളും ഭയങ്കര ചിന്തകന്മാരും ആവുന്നത് എങ്ങനെയാണെന്നുള്ള ഇത്തരം ചില സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ മതവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ സംസാരിച്ചപ്പോൾ മതം വേണോ, മനുഷ്യന് മതം വേണോ ജീവിക്കാൻ എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ അതിന് മറുപടി പറയുമ്പോൾ നമ്മൾ മതം വേണം, ശരിക്കും ജീവിക്കാൻ മതം വേണം, അങ്ങനൊന്നും. മതം ഇല്ലാത്ത ആരാണുള്ളത്? എല്ലാവർക്കും മതം ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ എല്ലാത്തിലും ദൈവം ഉണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും എന്തോ ഒരു മതം ഉണ്ട്. മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരഭിപ്രായം, ഒരു ലോകവീക്ഷണം എന്നാണ് അതിന്റെ നമ്മുടെ ഒരു വേൾഡ് വ്യൂ, നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്നാണ് നമ്മുടെ മതം. ഇപ്പൊ നമ്മൾ മുസ്ലിങ്ങളാണെന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് വ്യൂ ഇസ്ലാമിക് ആണ്, മുസ്ലിം വേൾഡ് വ്യൂ ആണ് നമ്മുടേതെന്നാണ് അർത്ഥം. കമ്മ്യൂണിസ്റ്റ് ആണ് അവരുടെ വേൾഡ് വ്യൂ. ഓരോരുത്തരുടെയും ലോകവീക്ഷണമാണ് അവരുടെ മതം. അല്ലാതെ ദൈവകേന്ദ്രീകൃതമായത് മാത്രമാണോ മതം? ബുദ്ധമതം എന്നാണ് നമ്മൾ പറയുന്നത്. ബുദ്ധമതത്തിൽ ശരിക്കും ദൈവമൊന്നുമില്ല. പിന്നെ ബുദ്ധന് ശേഷം ബുദ്ധനെ ദൈവാക്കി എന്നുള്ളത് വേറെ കൗതുകമാണ്. ശരിക്കും അതിൽ ദൈവമൊന്നുമില്ല. ഈ ബുദ്ധിസം ജൈനിസം ഒക്കെ ഇന്ത്യൻ ഫിലോസഫിയിലെ എന്താ പറയാ നാസ്തിക് സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ പെട്ടാണ്. വേദിക് ഏജൻസിയെ എതിർത്ത ദൈവത്തെയും വേദങ്ങളെയും ഒക്കെ എതിർത്തൊരു, പിന്നെ അതിൽ വലിയൊരു ദൈവം ഉണ്ടായി എന്നുള്ളത് വേറൊരു കൗതുകമാണ്. അപ്പൊ ദൈവകേന്ദ്രീകൃതമായത് മാത്രമല്ല മതം, എല്ലാം മതമാണ്. അപ്പൊ മതം വേണോ മനുഷ്യന് ചോദിച്ചാല് ഏത് മതമാണ് വേണ്ടതെന്നുള്ളതിലാണ് തർക്കം നടക്കേണ്ടത് ശരിക്ക്. അല്ലാതെ മതം വേണോ എന്നുള്ള ചർച്ചന്റെ അത്തരം ഒരു ചോദ്യം വരുമ്പോ തന്നെ അതിന്റെ മുനയൊടിക്കാൻ നമുക്ക് പറ്റണം. മതമല്ലാതെ പിന്നെ ചിലപ്പോ കൺസ്യൂമറിസം ആയിരിക്കും, ചിലപ്പോ മോഡേണിസം ആയിരിക്കും അവന്റെ മതം, ചിലപ്പോ ലിബറലിസം ആയിരിക്കും, ചിലപ്പോ തനി കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. അപ്പോ ഇതൊന്നും ഇല്ലാതെ അതൊരു വാദമാണ്. ഞാനിതിലൊന്നുമില്ല, അത് അങ്ങനെയൊരു ഫിലോസഫിയാണത്. ഇതൊന്നും അറിയണ്ട, അതൊന്നും ആലോചിക്കണ്ട. അതായത് എന്തെങ്കിലും ഒരു വീക്ഷണം ഇല്ലാത്ത ആൾക്കാർ, ബുദ്ധിയുള്ള മനുഷ്യനാണ് എന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടോ, എന്തെങ്കിലും ഒരു വീക്ഷണം, ആ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയണ്ടല്ലോ, അതന്നെ വലിയൊരു ബ്ലണ്ടറാണ് ശരിക്ക്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയാൻ പറ്റൂല. മനുഷ്യൻ നന്നാവണമെങ്കിൽ അവൻ തിരഞ്ഞെടുക്കുന്ന മതം നന്നാവണം എന്നുള്ളതാണ് പറയേണ്ടത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നല്ല, മനുഷ്യൻ നന്നാവണമെങ്കിൽ അവൻ തിരഞ്ഞെടുക്കുന്ന മതം നന്നാവണം എന്നുള്ളതാണ്. അതാരാ പറഞ്ഞത്? ശ്രീനാരായണ ഗുരുവിന് അങ്ങനെ ഒരു വാദം ഉണ്ടെന്ന് അയാള് എന്ത് സമയത്ത് പറഞ്ഞതാണെന്ന് അറിയില്ല. ശരിക്കത് ഇന്ത്യയിലെ അല്ല കേരളത്തിലെ അല്ലെങ്കിൽ അന്നത്തെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിലെ എന്താ പറയാ ജാതീയത വർണ്ണവിവേചനത്തിന്റെ ഒക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതായിരിക്കും അത്. മനുഷ്യന്റെ ഡിഗ്നിറ്റി, അല്ലാതെ മൂപ്പരുടെ ഒക്കെ ഒരു ബേസ് നമ്മൾ നോക്കിയാൽ ഇപ്പൊ ശങ്കരന്റെ ഒക്കെ ഒരു തുടർച്ചയിൽ നമ്മൾ കുറെ സാധനങ്ങൾ ഇവരെ പറ്റിയൊക്കെ ഇവരുടെ ഒരു ഫിലോസഫിക്കൽ ബേസിൽ പറയാൻ പറ്റും. ഇവർ അദ്വൈതം ഉണ്ടാക്കിയത് ശരിക്ക് ആളുകൾ ബുദ്ധമതത്തിലേക്കും ഇസ്ലാമിലേക്കും ഒന്നും പോവാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നോ പറയുന്ന ആൾക്കാർ മുസ്ലിം ആയാലും എന്താണ്, ബുദ്ധന്മാരായാലും എന്താണ്. അപ്പൊ എല്ലാവരും നല്ല സ്വന്തം മതത്തിന് വേണ്ടി നിലകൊണ്ടവരും പ്രവർത്തിച്ചവരുമാണ്. പോലെ എന്തായാലും അങ്ങനെ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ശരിയല്ല. ഒരാളുടെ മതം കമ്മ്യൂണിസ്റ്റ് ആണ് നോക്കുക, അതോടെ തീർന്നു. നമ്മൾ സോവിയറ്റിലൊക്കെ അത് കണ്ടതാണ് ശരിക്കും അല്ലെ. അതൊരു ഒരു 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 സ്റ്റേറ്റിന്റെ ഔദ്യോഗിക മതമായിട്ട് കമ്മ്യൂണിസം വന്നപ്പോ അവര് എത്ര മില്യൺ ആളുകളെ കൊന്നു എന്നുള്ളതിൽ മാത്രമാണ് തർക്കമുള്ളത്. ആളുകളെ കൊന്നു എന്നുള്ളതിൽ തർക്കമൊന്നുമില്ലേ, അത് എത്ര മില്യൺ ആണ്, ജനസംഖ്യയുടെ 1/1 2 എന്നുള്ളതിലാണ് തർക്കം തന്നെ. അപ്പൊ അവരുടെ ലോകവീക്ഷണം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഭീകരതയായിരുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആയാലും ശരിയാവൂല, അയാള് മുതലാളിമാർക്കെതിരെ ആയിരിക്കും. ഇപ്പോ മുതലാളിമാരെ കൊണ്ടുനടക്കുന്ന നോക്കണ്ട,
ശരിക്കും മുതലാളിമാരെ തൊഴിലാളി പ്രസ്ഥാനങ്ങളൊക്കെ കൊള്ളയടിക്കുകയും അത് അവരുടെ ഒരു സ്റ്റേറ്റിന്റെ എന്താ പറയാ അവരുടെ ആശയത്തിന്റെ സാധൂകരണമായിട്ട് പോലും മുതലാളിമാരെ കൊള്ളയടിക്കുകയും അവയെ കവർച്ചയൊക്കെ ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങേയറ്റം തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും അതിന്റെ ആരംഭകാലം മുതൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആയാലും നല്ല മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല. അയാൾ ഐഡിയോളജിക്കലി കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ശരിയാവൂല. അയാൾ നല്ല മനുഷ്യനാവുന്നുള്ളത് പോസിബിൾ അല്ല. കാരണം ആശയപരമായിട്ട് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ ഹിംസയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് വന്നിടത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആശയപരമായിട്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അവർ ഡെമോക്രസിയിൽ വിശ്വസിക്കുന്നു. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമാണ്, ഇവർ തക്കം കിട്ടിയതിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ നിൽക്കുകയാണെന്ന് പറയുന്നുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാ നിൽക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ നല്ലൊരു ജനാധിപത്യ രാജ്യം ഉണ്ടാക്കാനാണ്? അല്ല, അത് ഒരു അവരെന്നെ പറയുന്നതനുസരിച്ച് നമ്മളിങ്ങനെ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് അതായത് കമ്മ്യൂണിസം വന്നാല് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അവർ വന്നിടത്തൊക്കെ വലിയ സ്റ്റേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്തത് ഇവര്. അപ്പൊ ഈ ഡെമോക്രസി ഒക്കെ അവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഉട്ടോപ്യൻ സ്റ്റേറ്റ് ഉണ്ടാക്കാനുള്ള വഴിയായിട്ട് അവർ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ അവരുടെ താത്വികാചാര്യന്മാരെ അതിനെ എതിർക്കൂല. അപ്പോൾ അവർക്കൊന്നും ആശയപരമായിട്ട് ആ ലോകവീക്ഷണം ശരിയാണെന്ന് പറയാനും പറ്റുള്ളത് കൊണ്ടുനടക്കാനും പറ്റൂല. അപ്പൊ മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നുള്ള. അപ്പൊ നമ്മൾ അവിടെയാണ് പറയുന്നത് മതം ഇസ്ലാമിനെ ആയാലും നന്നാവുള്ളൂ നമ്മൾ പറയുന്നത്. ഒരാൾ മുസ്ലിമാണ്, അപ്പൊ അത് മതമൗലികവാദല്ലേ എന്നുള്ളതാണ് ഫണ്ടമെന്റ്. ഇപ്പൊ തുടങ്ങിയൊരു സംഗതിയാണത്. മതസൗഹാർദ്ദം എന്നുള്ള പേരല്ല അതും ശരി ഇതും ശരി, നിങ്ങളത് മാത്രം ശരി എന്ന് പറയുമ്പോൾ പ്രശ്നമാണ്. അപ്പോഴാണ് നിങ്ങൾ മൗലികവാദികളാവുന്നത്. നമ്മളിങ്ങനെ പറയാണ് ഇസ്ലാം മാത്രമാണ് ശരി, അങ്ങനെ പറയാൻ പാടില്ല. അത് കുറച്ച് കടന്ന വർത്താനായി പോകും. അതെങ്ങനെ പറയാം? കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ കമ്മ്യൂണിസത്തിന് ഇപ്പൊ ഇവിടുത്തെ LDF അവർക്ക് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി ഉണ്ട് അല്ലെ? സോഷ്യലിസ്റ്റ് ആണ്, കമ്മ്യൂണിസ്റ്റ് ആണ്. മറ്റൊരു കോൺഗ്രസ്സുകാരെടുത്താൽ വേറൊരു തരം സോഷ്യലിസ്റ്റ് ആണ്. BJP എടുത്താൽ അവർക്കൊരു ഒരു തീവ്ര ഹിന്ദുത്വ അല്ലെങ്കിൽ സംഘപരിവാർ ഫിലോസഫി ഉണ്ട്. ഒരാളിങ്ങനെ ഒരു LDF പറയോ എന്റെ ആശയം 100% ശരിയാണ്, അതേപോലെ കോൺഗ്രസ്സുകാരൻ്റെ 100% ശരിയാണ്, BJP-ക്കാരന്റെ പൊളിറ്റിക്കൽ ഫിലോസഫി 100% അങ്ങനെ ഒരാൾ പറയോ? ഇല്ല. എന്റേത് 100%. അങ്ങനെ ആവുമ്പോൾ മുഖ്ലിസായ കമ്മ്യൂണിസ്റ്റ് ആവുള്ളൂ. എന്റെ ആശയം 100% ശരിയാണ്, മറ്റുള്ളവൻ്റെത് 100% തെറ്റാണ്. പക്ഷെ അവനത് പറയാനുള്ള അവസരമുണ്ട്, അവനത് പറയാനുള്ള അവന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നുണ്ട്, അവർക്ക് അവന്റെ സ്പേസ് ഉണ്ട്. അതാണ് വേണ്ടത്. നമ്മൾ പറയാം ഇസ്ലാം 100% ശരി, ഹിന്ദു അതും 100% ക്രിസ്ത്യാനിറ്റി അതും എന്തായാലും 100% ശരി, അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മള് പറയുമ്പോൾ ആൾക്കാർ അത് റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റ് ആണ്. എന്നാ ഇവര് പറയട്ടത്. അങ്ങനെ പറഞ്ഞാൽ ഓന്റെ വിശ്വാസത്തോട് കൂറില്ലാത്തവനാവൂലേ? നമ്മൾ ഉൾക്കൊള്ളുന്ന വിശ്വാസത്തോട് 100% ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ എന്ന് പറയുന്ന അതാണ്. നമ്മളും ശരിയാ, ഓലും ശരി. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ബൈത്തുറഹ്മൊക്കെ കൊടുക്കുമ്പോ അതിന്റെ അടിയിലുണ്ടാവും മതങ്ങൾക്ക് അതീതമായി മനുഷ്യസ്നേഹം വളരട്ടെ എന്നുള്ളതാണ്. എന്തിനാണത് മതങ്ങൾക്ക് അതീതമാവുന്നത്? മതങ്ങൾക്ക് അധീനമായിട്ട് തന്നെ മനുഷ്യസ്നേഹം വളരും ശരിക്കും. ഈ മനുഷ്യസ്നേഹം എന്ന് പറയുന്നത് മതങ്ങൾക്ക് അതീതമായിട്ട് വളരണ്ട, മതങ്ങൾക്ക് ഇസ്ലാമിന് അധീനമായിട്ട് തന്നെ മനുഷ്യസ്നേഹം വളരും. ഒരു നോൺ മുസ്ലിമിനെ വീട് വെച്ചു കൊടുക്കാൻ ഓനിപ്പോ ഇസ്ലാമിന്റെ പുറത്തു പോയിട്ട് മനുഷ്യസ്നേഹം ഉണ്ടാക്കണ്ടല്ലോ, ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെ അത് പോസിബിൾ ആണ്. അപ്പൊ ഒരു ബീങ് എ മുസ്ലിം എന്ന് പറയുന്നത് മറ്റുള്ളവരൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സ്പേസ് ആണ്. നമ്മുടെ ലോകവീക്ഷണം അതാണ്. ആ ലോകവീക്ഷണത്തിന് ഒരു സൗന്ദര്യം ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അൽ ഇഖ്തിസാദു ഫിൽ ഇഅ്തിഖാദ് വസ്സലിമ, മോഡറേഷൻ ആണ് ശരിക്കും ഇസ്ലാം, മധ്യമ നിലപാടാണ് ഇസ്ലാം. ലാ തഗ്ലൂ ഫീ ദീനിക്കും എന്നുള്ളതാണ് നമ്മുടെ 110 സുന്നി നമ്മളുടെ സ്റ്റാൻഡ് അല്ല ശരിക്ക്. 110 ആവരുത് എന്നുള്ളത് തന്നെയാണ് ദീന്. ലാ തഗ്ലൂ ഫീ 99 ആവരുത്, 90 ആവരുത്, 100 മതി എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയം എന്ന് പറയുന്നത് ഈ മോഡറേഷനും ഈ മധ്യമ നിലപാടുമാണ്. ആ മധ്യമ നിലപാട് 100% ശരിയാണ്, മറ്റുള്ളത് 100% തെറ്റാണ്. പക്ഷെ അവർക്ക് അവരുടെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് മുസ്ലിം രാജ്യമാണെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യ രാജ്യമാണെങ്കിൽ എന്തായാലും ഉണ്ട്. മനസ്സിലാവുന്നില്ല പറയുന്നത്? ഞാനിത് പരമാവധി ലളിതാക്കണം എന്നാണ് എന്റെ മനസ്സിൽ. അതാണ് ഞാൻ വേറെ ആരുടെയും പേരും തിയറും ഒന്നും പറയാത്തത്. മനഃപൂർവ്വം കുറെ ടെർമിനോളജിക്കൽ ടേംസ് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. പണ്ടൊരാള് അസുഖമായിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താണ് ഭക്ഷണം കഴിക്കുക? 15 ചപ്പാത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അതിന്റെ അളവൊന്ന് കുറച്ചിട്ട് 10 കൊടുത്തു. അയാള് 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ വന്നു. ഒരു മാറ്റമില്ല ഡോക്ടറെ, 10 കഴിച്ചിട്ടു ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഡോക്ടർ എന്നാലും അതിന്റെ നേരെ പകുതി കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 5 ഒരു മാറ്റമില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടർ എന്താക്കി 3 കൊടുത്തു. എന്നിട്ടും മാറ്റമില്ലാത്തതുകൊണ്ട് 2 കൊടുത്തു. 2 ഒരു മാറ്റമില്ല. 15 ചപ്പാത്തി എന്നപ്പോൾ എന്തൊക്കെ അസുഖമുണ്ട് അതൊക്കെ 2 തിന്നുമ്പോഴുണ്ട്. ഡോക്ടർ പറഞ്ഞു 1 കഴിച്ചാൽ മതി ഒരു ദിവസം എന്ന് പറഞ്ഞു. അയാള്
നായ്ക്കളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടാനൊന്നും പറ്റില്ല, അവർക്ക് അവരുടേതായ അവകാശങ്ങൾ വഹിച്ചു കൊടുക്കണം എന്നാണ്. അപ്പം മനുഷ്യനാണോ തെരുവ് നായക്കാണോ സ്വാതന്ത്ര്യം വേണ്ടത്? ഇതിൽ ഒരാൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുമ്പോൾ ഏതിനാണ് പിന്തുണ കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു ഭയങ്കര ചോദ്യമായിരുന്നു. അപ്പോ തെരുവുനായ ശല്യം രൂക്ഷമായി. അത് സ്കൂളിൽ പോകുന്ന കുട്ടികളെ കടിക്കുന്നു, ആളുകളെ കടിക്കുന്നു, ടൂറിസ്റ്റുകളെ കടിച്ച വാർത്ത ഒക്കെ ഇപ്പൊ അടുത്ത് വന്നു. അപ്പോൾ കേരളത്തിലെ സോക്കോൾഡ് യുക്തിവാദികളിൽ പലരും ഈ സുപ്രീം കോടതി വിധിയും ചർച്ചയൊക്കെ വന്നപ്പോൾ മനുഷ്യന്റെ അന്തസ്സും മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യവും ഇതിന് പ്രയോറിറ്റി കൊടുക്കണം, തെരുവ് നായ്ക്കളെ കോടതി പറഞ്ഞതുപോലെ വേറൊരു ഷെൽട്ടറിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർത്താനം പറഞ്ഞു. മനുഷ്യപക്ഷത്ത്, ഞങ്ങൾ മനുഷ്യപക്ഷത്താണ്. എങ്ങനെയാണ് ഈ മനുഷ്യപക്ഷം എന്നുള്ളതിന്റെ ഒരു, ഇവർക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് മനുഷ്യപക്ഷത്തിന് നിൽക്കാൻ? എന്താണ് മനുഷ്യൻ? ഇസ്ലാം എന്ത് പറയുന്നുണ്ട്? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് പറയുന്നുണ്ട് അല്ലെ? മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നു. മനുഷ്യൻ എന്താണ്, നിങ്ങളെ ഭൂമിയിലെ ഖലീഫമാരാക്കി എന്ന് പറഞ്ഞില്ലേ, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അപ്പൊ അള്ളാഹുവിന്റെ ഈ പ്രാതിനിധ്യം ഏറ്റെടുത്ത സവിശേഷമായ ജീവിവർഗം മനുഷ്യരാണ്, മനുഷ്യര് മാത്രമാണ്. അല്ലെങ്കിൽ മനുഷ്യരും ജിന്നുവർഗവും, മനുഷ്യരെയാണ് ഖിലാഫത്തായിട്ട് പറയുന്നത്, മനുഷ്യനെയും ജിന്നുവർഗത്തെയും വിഭാഗത്തുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലും ഖുർആൻ പറയുന്നുണ്ട്. മറ്റുള്ളതൊക്കെ അതിന്റെ താഴെയാണ്. നമ്മുടെ ലോകവീക്ഷണം അതാണ്. ഈ തെരുവ് നായകൾക്ക് വേണ്ടി ഒച്ചുണ്ടാക്കുന്ന യുക്തിവാദികളുടെ ലോകവീക്ഷണം അനുസരിച്ച് എങ്ങനെയാണ് മനുഷ്യന് സവിശേഷത ഉണ്ടാവുന്നത്? അതിന്റെ ഒരു ലോജിക്കൽ ബേസിസ് എന്താണ് ശരിക്കും? ഒന്നുമില്ലല്ലോ. അതായത് എവല്യൂഷൻ ആണ് അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ഈ പരിണാമവാദികൾക്ക് മനുഷ്യൻ അതിന്റെ ഒരു ഘട്ടത്തിൽ അതിജീവിച്ചു എന്നാണ് അവർ പറയുന്നത് അല്ലെ? മനുഷ്യ ഭൂമി എന്താണ് ജീവിവർഗത്തിലെ, ഭൂമിയിലെ ജീവിവർഗത്തിന്റെ ഈ കാലാകാലങ്ങളായിട്ടുള്ള ഈ മാറ്റം, ആ മാറ്റത്തിന്റെ ഒരു ഘട്ടത്തിൽ മനുഷ്യൻ അതിജീവിച്ചു. ദിനോസറുകൾ അതിജീവിച്ചത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നാളെ മനുഷ്യനാവൂല എന്ന് ഇവർ പറയുന്നുണ്ട്. നാളെ മനുഷ്യനാവില്ല, വേറെ എന്തെങ്കിലും ആവാം. അപ്പൊ മനുഷ്യനൊരു താൽക്കാലികമായിട്ട് അതിജീവിച്ച ഒരു സ്പീഷീസ് ആണ്. മുമ്പ് ദിനോസർ ആയിരുന്നു, മുമ്പ് വേറെ ആരൊക്കെയായിരുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാ ജീവിവർഗത്തിന്റെയും തുടർച്ചയിൽ മാത്രം മനുഷ്യനെ എണ്ണുന്ന ഒരു ടീമിന് എങ്ങനെയാണ് മനുഷ്യന് പ്രാധാന്യം ഉണ്ടെന്ന് പറയാൻ പറ്റുക? ഒരു ലൈബ്രറിയിൽ ഒരു രസത്തിലൊരു സാധനം എഴുതി വെച്ചിരുന്നു. ലൈബ്രറിയിൽ എഡിബിൾ ആയിട്ടുള്ള സാധനം, ഇപ്പോൾ ഭക്ഷണ വസ്തുക്കളൊന്നും ലൈബ്രറിയിൽ കൊണ്ടുവരരുത് എന്നുള്ളതിന് നല്ല കൗതുകമായിട്ട് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചിരുന്നു. ആരും ലൈബ്രറിയിലേക്ക് എഡിബിൾ ആയിട്ടുള്ള ഫുഡ് സാധനങ്ങളൊന്നും കൊണ്ടുവരരുത്. കാരണം നിങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്നാൽ, ഇപ്പൊ നിങ്ങൾ ലഡു അല്ലെങ്കിൽ ചോക്ലേറ്റ് ലൈബ്രറിയിലേക്ക് കൊണ്ടുവന്നാൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ താഴെ വീഴും. താഴെ വീണാൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉറുമ്പുകൾ വരും. ഉറുമ്പുകൾ കഴിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു ലൈബ്രറി കാണും. അപ്പൊ പിന്നെ ലൈബ്രറിത്തെ പുസ്തകങ്ങളൊക്കെ ഒരു വായിക്കാൻ തുടങ്ങും. അങ്ങനെ നിങ്ങളെ അതിജീവിക്കും. അതുകൊണ്ട് ആരും ഭക്ഷണ വസ്തുക്കൾ ലൈബ്രറിയിൽ കൊണ്ടുവരരുത് എന്നാണ് സംഭവം. ഒരു ക്രിയേറ്റീവായിട്ട്. പക്ഷെ ഇതന്നല്ലേ എവല്യൂഷനിസ്റ്റുകളും പറയുന്നത്? നാളൊരു ഘട്ടത്തിൽ മനുഷ്യനെ അതിജീവിക്കാൻ പറ്റിയ സ്പീഷീസുകൾ ഉണ്ടാവും അവർ വിശ്വസിക്കുന്നില്ലേ? പിന്നെ ഇവർ എന്ത് അടിസ്ഥാനത്തിലാണ് മനുഷ്യന് പ്രത്യേകത ഉണ്ടെന്ന് പറയും? ഇസ്ലാമിനല്ലാതെ ആർക്കത് പറയാൻ പറ്റും? അല്ലെങ്കിൽ ഇവിടുത്തെ സെമിറ്റിക് മതങ്ങൾക്കല്ലാതെ ആർക്കാണ് അത്? അതിന്റെ ഒക്കെ താവഴിയിലേക്ക് തന്നെ പോയ ഇസ്ലാം അവിടെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ്. മറ്റൊരുക്കത് പറയാൻ പറ്റുന്നത് ഓരോ സ്വന്തമൊന്നുമല്ല. അത് നമുക്ക് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോയാൽ ആദം നബി മുതൽ അല്ലെങ്കിൽ നൂഹ് നബി മുതൽ തുടങ്ങിയിട്ടുള്ള നുബുവത്തിന്റെ, ദഅവത്തിന്റെ അല്ലെങ്കിൽ റിസാലത്തിന്റെ തുടർച്ച എല്ലായിടത്തും കാണുന്നതാണ്. 1,24,000 പരം പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ വേണമല്ലോ. ഇന്ത്യയിലൊക്കെ എത്ര ആൾക്കാർ വന്നു പോയിട്ടുണ്ടാവും? അപ്പം എന്താ പറഞ്ഞത്? അപ്പൊ ഈ തുടർച്ചയില് ഈ മതങ്ങളല്ലാതെ മനുഷ്യന് പ്രാധാന്യം ഉണ്ടെന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോ അവരുടെ ലോകവീക്ഷണം എന്ന് പറയുന്നത് മനുഷ്യവിരുദ്ധം കൂടിയാണ്. അതിന് പുതിയ കാലത്ത് സർവൈവ് ചെയ്യാൻ പറ്റിയ ഒരു ലോജിക്കൽ ബേസിസും അവർക്ക് പറയാൻ പറ്റൂല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് നമുക്ക്. അതായത് വേറൊരു, ഞാൻ പറയുന്നത് ഇതിൽ കുറെ കാലം നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് നിർത്തിയിട്ട് ചോദ്യം ചോദിക്കാൻ പഠിക്കണം. നമ്മളിങ്ങനെ തെരഞ്ഞെടുക്കുക, എന്തേലും ചോദ്യം ഉണ്ടോ, ദൈവം ഉണ്ടോ, നമ്മളെ മറുപടി, ഇസ്ലാമിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ, മറുപടിയൊക്കെ നിർത്തിയിട്ട് എന്നോട് ആരാ ചോദിക്കാനെന്തെങ്കിലും തിരിച്ചു ചോദിക്കാൻ പറ്റണം. എന്നോട് ഇപ്പൊ പറഞ്ഞിട്ട് എന്താണെങ്കിലും. ഇപ്പൊ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളുടെ ഒരു ഫ്രഞ്ച് അൾജീരിയൻ ഫെമിനിസ്റ്റ്, മുസ്ലിം ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഹൂറിയ ബൂത്തൽജ എന്ന് പറഞ്ഞൊരു ആക്ടിവിസ്റ്റ് ഉണ്ട്. ഇവര് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഇവരുടെ ഒരു ഫ്രാൻസുകാരിയായിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇസ്ലാമും ഫെമിനിസവും റീകൺസൈൽ ചെയ്ത് ഒത്തുപോകുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ഇവര് മറുപടി പറയാതെ ഇവർ ചോദിക്കുന്നത് നിങ്ങളുടെ ഫ്രഞ്ച് റിപ്പബ്ലിക്കും ഫെമിനിസം ഒത്തുപോകുന്നുള്ളതാണ്. കാരണം ഫ്രാൻസിൽ ഈ പുതിയ കാലത്തും സ്ത്രീകൾക്കെതിരെയുള്ള സെക്ഷൽ ഹരാസ്മെന്റുകൾ വർദ്ധിക്കുന്നു എന്ന് ധാരാളം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീകളുടെ സ്വൈര്യവിഹാരവും അപകടത്തിലാക്കുന്ന
ഒരു ഘട്ടത്തിലേക്ക് ഫ്രാൻസ് മാറുന്നുണ്ട് എന്ന് നിരവധി വാർത്തകൾ വരുന്ന ഈ കാലത്ത് നിങ്ങളുടെ റിപ്പബ്ലിക്കും ഫെമിനിസം ഒത്തുപോകുന്നുള്ളൂ. അപ്പൊ അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ എന്നുള്ളതാണ്. അത് നമ്മളിതിങ്ങനെ ഇസ്ലാമിൽ പ്രശ്നമല്ല, ഇസ്ലാമിൽ സ്ത്രീ സ്വാതന്ത്ര്യം ഉണ്ട്, നമ്മൾ ഭയങ്കര ശാസ്ത്രത്തിൽ, ഇത് നമ്മളിങ്ങനെ പറഞ്ഞ് സാധിച്ചെടുത്ത് ആരുടെ കയ്യടിക്ക് നമ്മൾ കാത്തിക്കുന്നത്? സൗകര്യം ഇല്ലാതെങ്കിലും പറയാൻ പറ്റണം. അപ്പൊ എന്നോട് പറയാൻ എന്താണെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റണം. നാട്ടിലെ യുക്തിവാദികൾ ഇങ്ങനെ ചോദിക്കുന്നതിന് തിരിച്ച് നിങ്ങളെ ചില ചോദ്യങ്ങൾ, നിങ്ങളുടെ ലോകവീക്ഷണം എന്താണ്? അതിന് പുതിയ കാലത്ത് ഈ കാലത്ത് മനുഷ്യനോട് സംസാരിക്കാൻ പറ്റിയ എന്ത് സംഗതിയാണ് നിങ്ങളുടെ ലോകം? ഒരു സംഗതി ഉണ്ടാവില്ല. അടിസ്ഥാനപരമായി മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരു സാമാന്യ യുക്തി പോലും മുന്നോട്ട് വെക്കാൻ ഒരാശയത്തിനും ആശയപരമായിട്ട് പറ്റൂല. പിന്നെ അങ്ങനെ ഉറുമർത്താനൊക്കെ പറയാം, അത് ബെഗോവിച്ച് പറയുന്ന കാര്യമാണ്. അതായത് നാസ്തികതക്ക് മൊറാലിറ്റി ഇല്ല, നാസ്തികർക്ക് മൊറാലിറ്റി ഉണ്ട്. ഒരു ചിലപ്പോൾ നമ്മളെ കൈ നല്ലപോലൊക്കെ ആയിരിക്കും. നാസ്തികതക്ക് മൊറാലിറ്റി ഇല്ല. എന്ത് മൊറാലിറ്റി പോലും പറയാം, നാസ്തികർക്കുണ്ട്. അത് ഓല ആശയത്തിൽ നിന്ന് കിട്ടുന്നതല്ല, അത് നമ്മളോട് കൂടി ജീവിച്ചിട്ട് ഇവിടുത്തെ സോഷ്യൽ ഇമ്പാക്റ്റ് നിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പൊ ആശയപരമായിട്ട് നിങ്ങൾ ഏത് പക്ഷത്താണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും ചോദിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഈ പുതിയ കാലത്ത് അഖീദ, നമ്മുടെ വിശ്വാസം എന്നുള്ളതിനെ കുറെ കൂടി, ഇപ്പൊ നിങ്ങൾ ഷറഫുൽ കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. നിങ്ങൾ സയ്യിദ് റമദാൻ പൂത്തിയുടെ കുബ്ര ഉണ്ടോ നിങ്ങളെ സിലബസിൽ? ഉണ്ട് അല്ലെ, എല്ലാം നിങ്ങളെ സിലബസ്. പിന്നെ ഇപ്പൊ എന്താ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്? അതായത് ഇതൊക്കെ ശരിക്കും നമ്മളൊരു ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ട സംഗതിയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നേരത്തെ എവല്യൂഷനൊക്കെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. എവല്യൂഷൻ ഒരു എക്സാമ്പിൾ. ഇപ്പോ ഈ പുതിയ കാലം എന്ന് പറയുന്നത്, നിങ്ങൾ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റിന്റെ ഇൻട്രൊഡക്ഷനിൽ ഉള്ളൊരു സംഗതി ഉണ്ട്. പുതിയ കാലം എന്ന് പറയുന്നത് ഐഡിയോളജിക്കൽ എൻകൗണ്ടറിന്റെ കാലം എന്നാണ് മുമ്പ് പറയുന്നത്. കോവിച്ച് സൈദ്ധാന്തിക യുദ്ധത്തിന്റെ കാലമാണ്. സായുധ യുദ്ധത്തിന്റെ കാലം കഴിഞ്ഞ് സൈദ്ധാന്തിക യുദ്ധത്തിന്റെ കാലമാണ്. ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം ആശയങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുക. അതായത് ക്ലാഷ് ബിറ്റ്വീൻ കൺട്രീസ് എന്നുള്ളത് മാറി ക്ലാഷ് ബിറ്റ്വീൻ കൾച്ചേഴ്സ് അല്ലെങ്കിൽ സിവിലൈസേഷൻ ആവുന്നുള്ളതിൽ ധാരാളം പഠനങ്ങൾ വേറെയുണ്ട്. അത് നമ്മളെ ആൾക്കാർ എങ്ങനെ നമ്മളാരും ആയുധം കൊണ്ടല്ല. ഇപ്പോ ഇവരൊക്കെ പറയുന്നത് വെച്ച് ഇപ്പോ ഈ നമ്മളെ ഹുസൈൻ നസ്റിന്റെ ഒരു സംസാരത്തിലാണ് എനിക്ക് ഫിലോസഫി മാറ്റേഴ്സ് എന്നുള്ളൊരു യൂട്യൂബിലുണ്ടാ പ്രസംഗം. അതിലൊക്കെ മുമ്പ് പറയുന്നുണ്ട്, ബാഗ്ദാദ് ഇപ്പൊ താർത്താരികൾ മുസ്ലിം നഗരങ്ങളെ ചുട്ട് ചാമ്പലാക്കിയ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ അപകടം പുതിയ കാലത്ത് ഈ ആശയപരമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അനിയനോ അനിയത്തിയോ മദ്രസ പോയിട്ട് മനുഷ്യ സൃഷ്ടിപ്പിനെ പറ്റി പഠിക്കുമ്പോൾ ആദിനബിന്റെ സംഭവമാണോ കേൾക്കുന്നത്? അല്ലെ ആദിനബി മണ്ണിൽ നിന്നുണ്ടായ സംഭവമൊക്കെയാണോ കേൾക്കുന്നത്? സ്കൂളിലെത്തുമ്പോൾ ചിത്രം മാറി. സ്കൂളിലെത്തുമ്പോൾ എവല്യൂഷനെ പറ്റിയുള്ള ചർച്ച. സ്കൂളിലെ എവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് അതാണെങ്കിലോ ഒരു അപ്ഡേഷനും ഇല്ലാത്ത സാധനമാണ്. അതായത് സ്കൂളത്തെ ടീച്ചേഴ്സിന്റെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ആ പേജിൽ എന്താണുള്ളത് അതിന്റെ അപ്പുറത്തായിട്ട് ഞങ്ങൾക്ക് ആ സാധുക്കൾക്ക് പറയാനും കിട്ടൂല. ഭൂമി ഉരുണ്ടതാണെന്നൊരു പേജിലുണ്ടെങ്കിൽ അതിങ്ങനെ പിറ്റേന്ന് മറച്ചു നോക്കുമ്പോഴാണ് എന്ന വാദം ശരിയല്ല എന്ന് ഇപ്പുറത്ത് കാണാം. പക്ഷെ തലേന്ന് മറ്റു ക്ലാസ് എടുത്ത് പോയിട്ടുണ്ട്, ഇപ്പുറത്തെ പേജ് പിന്നെയാണ് പിറ്റേന്ന്. അത് അവരുടെ അപ്ഡേഷന്റെ സംഗതി അതാണ്. സിലബസിന്റെ അപ്ഡേഷൻ പിന്നെ പറയുമ്പോൾ നമുക്കറിയാലോ. അപ്പോ പൊതുവെ പുതിയ പഠനങ്ങൾ വന്നിട്ടില്ലാത്തൊരു സിലബസിൽ കുട്ടികൾ സ്കൂളിലെത്തുമ്പോൾ എവല്യൂഷനും ഡാർവിനിസം ഒക്കെയാണ് കേൾക്കുന്നത്. ഈ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഈ കോൺഫ്ലിക്റ്റ് നമ്മുടെ എന്താ പറയുക സംസ്കാരത്തിന് ആയുധം കൊണ്ട് നമ്മളെ ആക്രമിക്കുന്നതിനേക്കാൾ ഭീകരാണത്. കുട്ടികളുടെ ഉള്ളിൽ നിന്ന് വിശ്വാസം അങ്ങനെ വെല്ലം ഒഴിഞ്ഞു പോകുന്നത്. കുട്ടികൾ മറ്റേത് ഉസ്താദിനോടും ചോദിക്കാൻ വയ്യ, ടീച്ചറോടും ചോദിക്കാൻ വയ്യ. അപ്പൊ എന്താണ് ശരിക്കും? പിന്നെ കുട്ടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കുറെ ട്രോളുകൾ കാണും. നമ്മളെ ട്രോളുകളാണ് പറയുക. നമ്മളിങ്ങനെ ആൾക്കാർ മനുഷ്യൻ കുരങ്ങുന്നുണ്ടായതാണ് നമ്മളിങ്ങനെ പരിഹസിക്കും. അപ്പോൾ ആൾക്കാർ തിരിച്ചും കളിയാക്കും, മനുഷ്യൻ കുരങ്ങുന്നുണ്ടായതാണെന്നുള്ളത് ഇല്ലോജിക്ക്. പക്ഷെ മണ്ണിങ്ങനെ ഉരുട്ടി വെച്ച് ഊതിയപ്പം ഉണ്ടായി എന്നുള്ളത് ഭയങ്കര ലോജിക്കാണ്, നമ്മൾ കളിയാക്കും. അപ്പൊ എന്താണ് ഇവിടെ നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ ദയവ് ചെയ്ത് നമ്മൾ മിണ്ടാതെ മതി. കുറെ മൂല്യന്മാരും മിണ്ടാതെന്നാൽ തന്നെ കുറെ പരിക്ക് ഇസ്ലാമിന് പുതിയ കാലത്ത് കുറയുന്നുള്ളതാണ്. കാരണം ഇതെന്താണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ എവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കുട്ടി സംശയിച്ചു എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് അറിയില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ പരിണാമ സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ആർട്ടിക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അന്വേഷണം നടത്തി. ഞാനൊരു ഉസ്താദിനോട് വളരെ നിഷ്കളങ്കായിട്ട് പിന്നെ ഉസ്താദ് ഇങ്ങനെ എവല്യൂഷനെ പറ്റി അങ്ങനെ പഠിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, അപ്പൊ എന്താണ് നിങ്ങളെ അഭിപ്രായം? പഠിക്കണം, ഒന്നും ശരിയല്ല. മാ ഷഹത്തുഹും ഖൽഖ സമാവാതി വൽ അർളി വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു മുത്തഖദൽ മുദ്ലിലാണ് ദുദാൻജ് അൽ കഫിൽ ആഴ്ചയിൽ ഇങ്ങനെ ഊതിയിട്ട് വളരെ കൃത്യമായിട്ട് ഖുർആൻ പറയുന്നില്ല ഖൽഖു സമാവാത്തും ഖൽഖുൽ അർദും വലാ ഖൽഖ അൻഫുസിഹിം.
കാണിച്ചു തന്നിട്ടില്ല എന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതിനെ പറ്റി എന്ത് പഠിക്കാനാണെന്നുള്ളതാണ്. അപ്പൊ ഞാന് അല്ലപ്പോ കുൽസീറു ഫിൽ അർളി ഫൻദുറു കൈഫ ബദൽ ഖൽഖ് എന്ന് ഖുർആനിലുണ്ടല്ലോ. ബദുൽ ഖൽഖ് എന്ന് പറഞ്ഞാല് ജീവോൽപത്തിയാണ് അല്ലെ? അപ്പോ അതും ഖുർആനിലുണ്ടല്ലോ. നിങ്ങൾ അതിനെ പറ്റിയോ മൂപ്പരൊന്നും. അപ്പൊ അതായത് ഇത് പഠിക്കാൻ തന്നെ ശരിക്കും പേടിയാണ്. ഇത് പഠിക്കാൻ തന്നെ, ഇത് വീഡിയോ റെക്കോർഡർ ആണ് അല്ലെ? ഇത് പഠിക്കാൻ തന്നെ പേടിയാണെന്ന് പറഞ്ഞാല്, ഈ ആർട്ടിക്കിള് മുമ്പ് ശ്രീ വൈത്തമി പറഞ്ഞിട്ട് ഞാൻ നന്ദിയുടെ ഒരു സമ്മേളനത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിരുന്നു. പിന്നെ പിറ്റത്തെ വർഷം ജാമ്യ അൽമുനീറിൽ മനുഷ്യൻ, മതം, യുക്തി അങ്ങനെ എന്തോ ഒരു വിഷയമാണ്. അപ്പൊ ഈ വിഷയത്തിലൊരു ലേഖനം ചെയ്തു വെച്ചിട്ട് അവർക്കൊരു ലേഖനം ചെയ്തു കൊടുത്തിരുന്നു. അപ്പൊ എന്നോട് അതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞത്, ഇത് ആദ്യം വേറൊരു ഉസ്താദ് ചെയ്യാനെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ മുമ്പ് പിന്നെ ചെയ്തില്ലാന്ന്. ഇത് പഠിച്ചു തുടങ്ങുമ്പോ നമ്മൾ പറഞ്ഞു വന്നൊന്നുമല്ല പറയാണ്ടാവുക, വേറെ അത് പറയാൻ ധൈര്യമല്ല എന്നുള്ളതാണ്. അൽമുനീറിൽ ആ പഠനം പ്രസിദ്ധീകരിച്ചതിന് ശേഷം പല ഉസ്താദുമാരും വിളിച്ചിട്ട് നിങ്ങൾ ആ എഴുതിയത് വളരെ നന്നായി, അങ്ങനെ ഒരു ഓപ്പണിങ് ഇതിൽ ആവശ്യമാണ്. അതായത് ക്രിസ്ത്യൻ മിഷണറിമാര് എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ അവർ നടത്തിയ, ശരിക്ക് അന്നത്തെ ക്രിയേഷനിസ്റ്റുകൾ എന്ന് പറയുന്നത് അന്നത്തെ ചർച്ചാണ്. മെഡീവൽ യൂറോപ്പിലെ ചർച്ചും ഈ എന്താ പറയാ ഡാർവിനിസ്റ്റ് പക്ഷവും തമ്മിലുള്ള വളരെ മോശമായിട്ടുള്ള ഡിബേറ്റുകളാണ് ശരിക്കും ഇതിന് ഭയങ്കര പ്രചാരം നൽകിയത്. ഇപ്പോ തോമസ് ഹക്സലി ആണെന്നാണ് എന്റെ ഓർമ്മ. ഇവരൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ട്, ഇത് യൂറോപ്പിൽ ഈ വാദമൊക്കെ അങ്ങനെ വേര് പിടിച്ചു വരുന്ന സമയത്ത് ഡാർവിൻ പറയുന്ന ഒറിജിൻ ഓഫ് സ്പീഷീസിന്റെ കഥകൾ കേട്ടിട്ട് ക്രൈസ്തവരുടെ ഉൽപ്പത്തി പുസ്തകം ഒത്തുപോകുന്ന തന്നെയല്ല. അപ്പൊ ഇവരൊരു ചർച്ച വെക്കണം. ഒരു പക്ഷത്ത് ഡാർവിനിസ്റ്റുകൾ ഉണ്ട്, ഒരു പക്ഷത്ത് മതപുരോഹിതന്മാരാ ക്രിസ്ത്യൻ പാതിരിമാരുണ്ട്. അപ്പൊ ക്രിസ്ത്യൻ പാതിരിമാർ ഇങ്ങനെ നല്ലൊരു ഡിബേറ്റ് തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ ഒരു അച്ഛൻ എഴുന്നേറ്റ് ഫസ്റ്റ് ചോദിക്കുന്നത്, നിന്റെ എത്രാമത്തെ മുത്തച്ഛനാടോ കുരങ്ങെന്നാണ്. ഈ കുരങ്ങെന്നുണ്ടായിന്നാണല്ലോ പറയുന്നത്. നിന്റെ എത്രാമത്തെ മുത്തച്ഛനാടോ കുരങ്ങെന്നാണ്. അതിൽ ഒരു ഡാർവിനിസ്റ്റ് പക്ഷത്തു നിന്നുള്ള ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇത്ര സുചിന്തിതമായ ഒരു സംവാദ വേദിയിൽ ഇത്ര വഷളൻ ചോദ്യം ചോദിക്കുന്ന നിങ്ങളെപ്പോലത്തെ ഒരാൾ എന്റെ മുത്തച്ഛനായി വരുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു കുരങ്ങൻ എന്റെ മുത്തച്ഛനാവാൻ തന്നെയാണ്. തീർന്നു. അതായത് ഈ പരിഹാസമാണ് ശരിക്കും യൂറോപ്പിൽ ഇതിന് വേര് കിട്ടാനുള്ള ഒരു കാരണം. ആൾക്കാരെ കളിയാക്കുക. അപ്പൊ കളിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സഹതാപം വർക്ക് ചെയ്യും അവിടെ. ഇസ്ലാമിന് അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് എവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ ഒരു പേടിയുടെയോ ആവശ്യം ഉണ്ടായിരുന്നില്ല. ചില പണ്ഡിതന്മാർ അതിര് കടന്ന് ഡാർവിൻ പറഞ്ഞതിന്റെ അപ്പുറത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഖുറാന്റെ ആയത്തുകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം ഉണ്ട്. അത് ഈ കാലത്തിന്റെ പ്രശ്നമല്ല, അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം സംസാരിച്ചപ്പോ ഇപ്പൊ ഇബ്നു റുഷ്ദിനെയൊക്കെ പറ്റി പറഞ്ഞല്ലോ. മുസ്ലിം ലോകത്ത് ആ കാലത്തും വെസ്റ്റേൺ ഫിലോസഫി ഒക്കെ വായിച്ചിട്ട് വെസ്റ്റേൺ ഫിലോസഫിയോടുള്ള ഒരു ഇഷ്ടം അങ്ങനെ മൂത്തിട്ടേ അതിനോടുണ്ട് സ്നേഹം വന്നിട്ട് ദാലിക ഫദലുല്ലാഹി യുത്തിഹി മയ്യഷ എന്നുള്ള ആയത്ത് അരിസ്റ്റോട്ടലിനെ പറ്റി പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ മുസ്ലിം പണ്ഡിതന്മാരുണ്ട്. അതായത് അരിസ്റ്റോട്ടില് ഇപ്പൊ പകലാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ പകൽ തന്നെയാണ് എന്നാണ്ട് വാദിച്ച് തെളിയിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ മുസ്ലിം പണ്ഡിതന്മാരെ തിരുത്തിയിട്ടൊക്കെയാണ് ശരിക്കും ഗസാലി ഇമാമൊക്കെ വലിയ സേവനം ചെയ്തിട്ടുള്ളത്. മൂപ്പര് ഹുജ്ജത്തുൽ ഇസ്ലാം നമ്മളിങ്ങനെ ആൾക്കാർക്ക് ഇപ്പൊ ഈ പുതിയ കാലത്ത് ഓരോ പണ്ഡിതനും ഓരോ സ്ഥാനപ്പേര്, മൂപ്പര് ആ ഉലമ, മൂപ്പര് ആ സാദാത്ത് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഒരു പേരിട്ടൊന്നുമല്ലത്. ഹുജ്ജത്തുൽ ഇസ്ലാം എന്നൊക്കെ ഉള്ള സ്ഥാനപ്പേരിന് എന്തുകൊണ്ടും ഗസാലി ഇമാം അത്ര വലിയ സംഭാവന ചെയ്തിട്ടാണ് ആ കാലത്ത്. അപ്പോ പിന്നെ മുസ്ലിം പണ്ഡിതന്മാർക്ക് ചില ആളുകൾക്കൊക്കെ നമുക്ക് അറിയാത്തൊരു സാധനം ഒരാൾ പറയുമ്പോൾ അതിനോടൊരു പുലിവ് ചില ആൾക്കാരുണ്ടാവും. ജമാഅത്താർ എന്തെങ്കിലും പുസ്തകം വായിച്ചാൽ അതോടുകൂടെ ജമാഅത്താവും. അതവിടെ വെച്ച് മുജാഹിദികളെന്ന് പിന്നെ മുജാഹിദ്. ആ വായിക്കുമ്പോൾ ഒരു പൊലിവുണ്ടല്ലോ, അത് ശരിയല്ല. അതണ്ട് വായിക്കുമ്പോൾ ഭയങ്കര പൊലിവ് പോകുന്നു, അത് ഉണ്ടാവാൻ പാടില്ല. മൊത്തത്തിൽ ഇതിനൊന്ന് കൂട്ടിക്കിഴിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തണം. അപ്പോൾ അതിവിടെ സംഭവിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ അതിര് കടന്ന് എവല്യൂഷനെ പിന്താങ്ങിയപ്പോ ചില ആൾക്കാർ അതിര് കടന്ന് എതിർക്കുകയും ചെയ്തു. അവിടെയും ഒരു സംഗതി ഉണ്ട്. ഇപ്പൊ കുബ്രയിൽ തന്നെ, പിന്നെ കുബ്രയിൽ ഇപ്പൊ ശരിക്കും സയ്യിദ് റഹ്മത്തുള്ളാഹി അംബൂത്തി ഈ പിന്നെ തത്തവൂറിനൊക്കെ എതിർക്കുന്നിടത്ത് പറയുന്ന ആ നഖ്ദിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അത് മുബര പ്രശ്നമല്ല, മുബരത് എഴുതിയതിനു ശേഷവും അതിൽ കുറെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ കുബ്രനെ വായിച്ചിട്ട് എവല്യൂഷൻ തിയറിയെ അല്ലെങ്കിൽ നിയോ ഡാർവിനിസത്തെ എതിർക്കാന് പിന്നെ മുബര് അദ്ദാർവിനിയാൽ ജദീദ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ചില നഖ്ദൊക്കെ പറയണം. ആ നഖ്ദും വെച്ച് ഇന്ന് വളരെയാൻ പോകരുത്. അവിടുന്ന് മുപ്പരത് എഴുതുമ്പോൾ അത് വാലിഡ് ആയിരിക്കും. അതിനുശേഷം കുറെ പഠനങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. നമുക്ക് അതാണ് ഇത് ഒന്നാണ്ട് ഇതന്നെ നമുക്ക് പുതിയ കാലത്ത് പറയാൻ പറ്റില്ല. പിന്നെ അതിനു മുമ്പ് എഴുതപ്പെട്ട ചില നഖ്ദുകൾ കൊണ്ട് നമുക്ക് ഈ കാലത്ത് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ എന്നാലും സയ്യിദ് റഹ്മത്തുള്ളാഹി അംബൂത്തി പറയുന്ന ഒരു സ്റ്റാൻഡ് വളരെ പ്രസക്താണ്. മനുഷ്യേതരമായ ജീവിവർഗങ്ങളിൽ പടച്ചോനിപ്പോ നമ്മളെ സൃഷ്ടിക്കാന് മണ്ണിന്റെ ഒരു മാധ്യമം ഉണ്ടാക്കി. അപ്പം പടച്ചോന് മണ്ണ് ആവശ്യം ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ ഇപ്പൊ അത്. പൊതുവെ ദുന്യവിയും മുഹ്റവിയും ആയിട്ടുള്ള സകല കാര്യങ്ങളിലും
അള്ളാഹു ഒരു വാസിത്തെ വെച്ചിട്ട് തന്നെയാണ് ഒക്കെ സംഭവം. ഇപ്പൊ എന്തിനാണ് ഇപ്പൊ മീസാന് തൂക്കി നമ്മളെ ബോധ്യപ്പെടുത്താനാണത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. മഴ പെയ്തിട്ട് കൃഷി ഉണ്ടാവുന്നത് നമുക്ക് ബോധിക്കാനാണ്. അപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ചില മീഡിയം പഠിച്ചോന് ഇങ്ങനെ വെക്കുകയാണ്, ഓരോന്നിനും ഓരോ വഴികളും മാധ്യമങ്ങളും വെക്കുകയാണ്. ആ സംഗതി ഇവിടെയുണ്ട്. അപ്പോ നമ്മളെ ഉണ്ടാക്കാൻ പഠിച്ചോന് മണ്ണിന്റെ ഒരു മീഡിയം കണ്ടതുപോലെ മനുഷ്യേതരമായ ജീവിവർഗങ്ങളിൽ പഠിച്ചോന് ഒരു പരിണാമം ഒരു മീഡിയ ആക്കി വെച്ചാൽ ആർക്കാ അതിന് പ്രശ്നമുള്ളത്? നമ്മൾ പരിണാമത്തിന്റെയും പഠിച്ചോനെ അള്ളാനെ പറ്റിയല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. പഠിച്ചോനൊരു തുടക്കത്തിൽ നിന്ന് ഒരു ജീവിവർഗം, പിന്നെ അതിന് വേറെ ജീവിവർഗങ്ങളൊക്കെ ഉണ്ടായി. അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ആദം സന്തതി എന്ന് പറയുന്ന ഈ ഹോമോസാപ്പിയൻസ് അല്ലെങ്കിൽ അതിലേത് അതിന് മുമ്പോടെ ആൾക്കാരുണ്ടല്ലോ. അതായത് ആദിനബിനെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ ഇവിടെ ഭൂമി അതിന് മുമ്പുണ്ടല്ലോ. മലക്കാൾ എന്താണ് ചോദിക്കുന്നത്? ആദിനബിനെ അങ്ങോട്ട് പറഞ്ഞേക്കട്ടെ എന്ന് ചോദിക്കുന്നത്. എന്താണ് മലക്കാൾ ചോദിക്കുന്നത്? ഇനിയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് വിടുകയാണോ എന്നല്ലേ മലക്കാൾ ചോദിക്കുന്നത്. അപ്പൊ കുഴപ്പമുണ്ടാക്കിയിരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. ആ ആൾക്കാർ എങ്ങനെ ഉണ്ടായത്? ആൾക്കാരെ പറ്റി ഖുർആന് വളരെ വ്യക്തമായിട്ട് എന്തെങ്കിലും ഒരു സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നുണ്ടോ? പഠിച്ചോൻ ഇങ്ങനെ ഒരു ഹൽക്ക് നടത്തിയെന്നും അല്ലെങ്കിൽ മണ്ണ് ആ ജീവിവർഗങ്ങളെ പഠിച്ചോൻ പരിണാമം ഒരു മാധ്യമമാക്കി പഠിച്ചോൻ അവരങ്ങനെ സംവിധാനിച്ച ആർക്കും അവിടെ അതിന് ചെയ്തുള്ളത്? അവരൊരു വിഭാഗത്തിൽ നിന്ന് ഇങ്ങനെ പരിണമിച്ചിട്ടുണ്ടാകും. പഠിച്ചോന് ഒരു സാധനത്തെ ആദ്യം ഉണ്ടാക്കുന്നു, പിന്നെ അതിന്റെ പരിണാമത്തിന്റെ തുടർച്ചയിൽ മറ്റേത് ഉണ്ടാക്കാൻ പഠിച്ചോനാണ്ട് തീരുമാനിക്കുന്നു. നമ്മൾ ഈ പരിണാമത്തിന്റെയും ഈ മണ്ണിന്റെയും ഒക്കെ പഠിച്ചോനെ പറ്റിയാ അള്ളാനെ പറ്റിയാ പറയുന്നത്. മുസബിബുൽ അസ്ബാബിനെ പറ്റിയാണ്. ഏതെങ്കിലും ഒരു സബബിനെ പറ്റിയാണ് നമ്മൾ അള്ളാഹു എന്ന് പറയുന്നത്. മുസബിബുൽ അസ്ബാബിനെ പറ്റിയാണ് നമ്മൾ അള്ളാഹു എന്ന് പറയുന്നത്. ഈ ആത്മവിശ്വാസം ഏത് വിഷയത്തോടും എൻഗേജ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടതാണ്. ഏതെങ്കിലും ഒരു പുതിയ വാദത്തിൽ പഠിച്ചോ ഇനിയിപ്പോ എന്താ മറുപടി എന്ന് ആലോചിച്ച് നടക്കരുത്. നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റുകൾ വളരെ കൃത്യമായിട്ട് ഇതിന് മറുപടി പറയുന്നുണ്ട്. പിന്നെ പുതിയ കാലത്ത് ഭയങ്കര ഇന്റലക്ച്വൽ ഡിബേറ്റുകളൊന്നും ഈ വിഷയത്തിൽ ഉണ്ടാവുന്നില്ല. ഒക്കെ ആരെങ്കിലും പറഞ്ഞതിന്റെ ബാക്കി പത്രങ്ങളാണ്. ഇപ്പൊ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ഒക്കെ പുതിയ കാലത്ത് ഭയങ്കര ട്രെൻഡിങ് സാധനമായിട്ട് മതവിശ്വാസികൾ ശരിക്കും ഗസാലി ഇമാം ഒക്കെ വളരെ സജീവമായിട്ട് പറഞ്ഞിരുന്ന മുത്തക്കല്ലിമീങ്ങളുടെ അടുത്ത് കടമെടുത്താണെന്ന് വില്യം ലെയ്ൻ ക്രെയ്ഗ് തന്നെ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ മുസ്ലിം സ്കോളേഴ്സിന് അതിന്റെ ഒരു ഇൻഫ്ലുവൻസും ഇമ്പാക്റ്റും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അത് ബോധിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ഒരു ലെഗസിയും നമ്മുടെ ക്ലാസിക്കൽ ടെക്സ്റ്റിലും നമുക്കൊരു ഇഷ്ടം തോന്നുന്നില്ല, അതിലൊരു വിശ്വാസ്യത തോന്നുന്നില്ല. അങ്ങനെ ആയാൽ പറ്റൂല. നമുക്ക് ഇതിനോടൊക്കെ ആത്മവിശ്വാസത്തോടു കൂടെ എൻഗേജ് ചെയ്യാനുള്ള ഒരു സംഗതി ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോ നിർത്താനായോ? ഇനി ഞാൻ കുറെ കാര്യങ്ങൾ അങ്ങനെ ഇപ്പൊ ഇവര് പറഞ്ഞതിലും ഇപ്പൊ ശരിക്കേ നമ്മള് ഏത് വിഷയം എടുത്താലും ഇപ്പോ പുതിയ കാലത്ത് ഇപ്പൊ മനുഷ്യൻ ഇപ്പൊ ഫിലോസഫി ഓഫ് മൈൻഡ്, എന്താണ് മൈൻഡ്, മൈൻഡും ബോഡിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇതിൽ തന്നെ ഇപ്പൊ ഡ്യൂവലിസം എന്നോ മോണിസം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആർഗ്യുമെന്റ്, ഇത് രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നാണ്, ഇപ്പോഴും നടക്കുന്ന ഒരു ചർച്ചയാണിത്. അതായത് ഇന്നും തീരുമാനമായിട്ടില്ലാത്ത വിഷയങ്ങളൊക്കെയാണ്. ഇപ്പൊ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റ് ട്രൂത്ത് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് ഇപ്പത്തെ ശരിയാണ്, നാളെ അത് ശരിയായിക്കൊള്ളണമെന്നില്ല, നാളെ അതിൽ പുതിയ പഠനങ്ങൾ വരാം. നമ്മൾ പെർമനന്റ് ട്രൂത്ത് ആയിട്ടുള്ള ഖുർആനിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ പടച്ചോൻ പറഞ്ഞതിന് ഏതെങ്കിലും ഒരു സയന്റിഫിക് പഠനം എതിർക്കുമ്പോഴേക്ക് പടച്ചോനെ ദീനാകെ പൊളിഞ്ഞൊന്ന് വിശ്വസിക്കരുത്. അതൊരു പഠനമാണ്, അതവിടെ നടന്നോട്ടെ. നമുക്ക് നമ്മുടെ ആഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നാളെ പഠനം തിരുത്തപ്പെടും, വേറെ പുതിയത് വരും. അപ്പോൾ ഈ പുതിയ പഠനങ്ങൾ, പുതിയ വാദങ്ങൾ നമ്മുടെ വിശ്വാസ്യത നശിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് തന്നെ വരാൻ പാടില്ല. ഇനി ഇത് ഇപ്പൊ ഇനിയിപ്പോ നമ്മുടെ നാട്ടില് ജെൻഡർ വാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ സംഗതികൾ നടക്കുന്നുണ്ട്. നമ്മളതിൽ വേഗം നമ്മളിപ്പോ നമ്മുടെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട രണ്ട് പെൺകുട്ടികൾ പരസ്പരം ജീവിക്കുന്നു, ലെസ്ബിയൻ കപ്പിൾസ് എന്ന നിലയ്ക്ക് അവരെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മളിതൊക്കെ കൂടി എന്താ പഠിച്ചോ നമ്മള് ദീന് അങ്ങനെ ശരിക്കും നമ്മള് പ്രകൃതി വിരുദ്ധം എന്നാണ് അതിന് പറയാ അല്ലെ. ശരിക്കും പ്രകൃതി വിരുദ്ധം എന്നൊന്നും പറയണ്ട. അപ്പൊ നമ്മൾ പ്രകൃതി വിരുദ്ധം, ഞാനതാ പറഞ്ഞത്, പ്രകൃതി വിരുദ്ധം എന്ന് പറയുമ്പോൾ പിന്നെ അത് പ്രകൃതിപരം എന്ന് സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുക. ഇന്നഫ്സല അമ്മാറത്തും ബിസു എന്നുള്ളത് തന്നെയാണ്. പ്രകൃതിപരമായിട്ട് തന്നെ മനുഷ്യന് പല തെറ്റുകളോടും താല്പര്യം ഉണ്ടാവാം. അത് പ്രകൃതിപരം തന്നെ ആയിക്കോട്ടെ. പ്രകൃതിപരമായതുകൊണ്ട് അത് ശരിയാവുമെന്ന് ഇസ്ലാം പറയുന്നില്ല. അതായത് ഒരു കാര്യം നല്ലതായതുകൊണ്ട് ഇസ്ലാം നല്ലതാണെന്ന് പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഇസ്ലാം പറഞ്ഞതുകൊണ്ട് നല്ലതായതാണോ? എന്താണ് ശരിക്ക്? നല്ലതായതുകൊണ്ട് ഇസ്ലാം അങ്ങനെ പറഞ്ഞതാ? അതായത് ഇപ്പൊ മോഷണം അത് വളരെ മോശപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട് പടച്ചോൻ പറഞ്ഞതാണോ മോഷ്ടിക്കരുത് എന്ന്? അല്ലെങ്കിൽ പടച്ചോൻ പറഞ്ഞതുകൊണ്ട് മോഷണം മോശപ്പെട്ട സംഗതി ആയതാ? എന്താണ്? പടച്ചോൻ പറഞ്ഞതുകൊണ്ട് മോഷണം മോശപ്പെട്ട സംഗതി ആയതാണ് അല്ലേ? എല്ലാ മോഷണവും മോശപ്പെട്ടതാവൂലല്ലോ. അനിവാര്യതയുടെ ഘട്ടങ്ങൾ ഉണ്ടാവാം. എല്ലാ കളവും മോശമല്ലല്ലോ. ചിലപ്പോൾ നിർബന്ധമായിട്ട് കളവ് പറയേണ്ട സംഗതികൾ ഉണ്ടാവാം. അപ്പോ തിന്മയാവുന്നത് പടച്ചോൻ പറഞ്ഞതുകൊണ്ടാണ്, നന്മയാവുന്നത് പടച്ചോൻ പറഞ്ഞതുകൊണ്ടാണ്.
അത് പടച്ചോൻ പറഞ്ഞതുകൊണ്ട് ആവണം എന്നുള്ളത് വേറൊരു ശരിയാണ്. അല്ലാതെ ഒരു തീർപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റൂല എന്നുള്ളതാണ്. അതും റാഷണൽ തന്നെയാണ്. അത് കേവല വിശ്വാസമൊന്നുമല്ല. അല്ലെങ്കിൽ ഈ സ്ഥലവും സന്ദർഭവും മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറെ മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ക്യാപിറ്റൽ പണിഷ്മെന്റ് പറ്റൂല്ലേ, ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്നും നടക്കുന്ന ഒരു ഡിബേറ്റ് ആണത്. അപ്പൊ ഈ വര കടന്ന് അപ്പുറത്തെ നാട്ടിൽ എത്തിയാൽ അവിടെ വേറെ നിയമമാവുന്ന എന്തുകൊണ്ടാണ്? മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങൾക്ക് പരിമിതി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പത്തെ ഈ വേലിക്കെട്ടിന്റെ അപ്പുറത്തുള്ള രാജ്യം ക്യാപിറ്റൽ പണിഷ്മെന്റ് പറ്റൂല, അപ്പുറത്തത് പറ്റൂ എന്ന് പറയുന്നു. ഇപ്പോ നേരത്തെ ഇപ്പൊ പറഞ്ഞു വെച്ച വിഷയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ബിഗ് ബോസ് പറഞ്ഞൊരു പരിപാടിയിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ 2 പെൺകുട്ടികൾ വന്നിട്ട് അവർ നടത്തിയ കമന്റുകളിൽ ചില ബഹളങ്ങളും സോഷ്യൽ മീഡിയ ചർച്ചകളും ഉണ്ടായിരുന്നു. അപ്പൊ അതിൽപ്പെട്ട ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരു പെണ്ണെന്നെ പറഞ്ഞു ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്നല്ലേ. അപ്പൊ വലിയ നടൻ പറഞ്ഞു എന്ത്, എല്ലാവരും അംഗീകരിക്കണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആരംഗീകരിക്കുന്നുണ്ട് എന്ന്? അതായത് ലോകത്തുള്ള ഏത് വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസം ആവാം, വിയോജിപ്പാം. ആ വിഷയത്തിൽ ആരും വിയോജിപ്പ് പറയുക, അത് ഫാസിസം അല്ല ശരിക്ക്. ഏത് വിഷയത്തിലും വിയോജിപ്പാവാം, പക്ഷെ പിന്നെ ലെസ്ബിയൻ അല്ലെങ്കിൽ ജെൻഡർ പൊളിറ്റിക്സോട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിയോജിപ്പ് തന്നെ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് സമീപനം അത്? മൂപ്പര് ഇങ്ങനെ ആ സ്ത്രീയെ എതിർക്കാണ്. എല്ലാവരും അംഗീകരിക്കണ്ടല്ലോ, പിന്നെ ലക്ഷ്മിക്ക് മാത്രം എന്താണ് കുഴപ്പം? ലക്ഷ്മിക്കല്ലോടെ എല്ലാവർക്കും ആ പ്രശ്നമുണ്ട്. ഇന്ത്യയിൽ, ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ, ഈ ചർച്ച ചെയ്യുന്ന ഇന്ത്യയിൽ ഇപ്പോഴും സെയിം സെക്സ് മാരീഡ് ലീഗൽ അല്ല ശരിക്ക്. ഇപ്പോ ഒരാൺപെൺ വിവാഹം നടക്കുമ്പോൾ ഒരുപാട് സ്പൗസൽ ബെനിഫിറ്റുകളുണ്ട്, ഇൻഹെറിറ്റൻസ്, പിന്നെ അഡോപ്റ്റ് ചെയ്യാനുള്ള അവസരം. ഇതൊന്നും സെയിം സെക്സ് മാരേജിലില്ല, ഇന്ത്യയിലില്ല. ലോകരാജ്യങ്ങൾക്കിടയിൽ പല നാട്ടിലും പല നിയമങ്ങളാണ് ഇതില്. അതായത് ജെൻഡർ പൊളിറ്റിക്സ് ആക്ടിവിസം പോയിട്ട് അങ്ങനെ മുൻപേ തല്ലിട്ടുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ പുട്ടിന്റെ ഈ റഷ്യയിൽ കുറച്ചു മുമ്പ് ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ടല്ലോ അല്ലെ. അതിന്റെ ഒരു സമയത്ത് പുട്ടിൻ അദ്ദേഹത്തിന്റെ ഒരു സംസാരം, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ക്രിപ്ഷനൊക്കെ കിട്ടും. ജെൻഡർ പൊളിറ്റിക്സിനൊക്കെ നമ്മുടെ നാട്ടിൽ ഉസ്താദന്മാർ എതിർക്കുന്നതിനേക്കാൾ മോശമായിട്ടാണ്, ശക്തമായിട്ടാണ് പുട്ടിനെ എതിർക്കുന്നത്. കുടുംബങ്ങളെ പറ്റിയിട്ട് ഇതൊരു അരാജകത്തല്ല, ഇതിനെങ്ങനെയാണ് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക? പുട്ടിനിപ്പം മൂല്യരായിട്ടാ പറയുന്നത്. അതായത് ഇസ്ലാം പ്രശ്നമാണെന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ പ്രശ്നമല്ല, ഇസ്ലാം തിന്മയാക്കിയത് മുഴുവൻ സമൂഹത്തിന്റെ തിന്മയാണ്. പലിശ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അത് സമൂഹത്തിന് വിപത്തായതുകൊണ്ടാണ് ഇസ്ലാം പറ്റൂല എന്ന് പറയുന്നത്. ഇസ്ലാം നന്മയാക്കിയത് സമൂഹത്തിന് നന്മയാണ്, ഇസ്ലാം പറ്റൂല എന്ന് പറയുന്നത് സാമൂഹിക തിന്മയാണ്. ഇപ്പോ അമേരിക്ക ഇതിന്റെ ഒരു വലിയ അമേരിക്ക, ഇയാള് ട്രംപ് ഭയങ്കര ശക്തമായിട്ട് കൊണ്ടുനടന്നു. ട്രംപിനെ ആര് പിന്താങ്ങി? മറ്റേ ആരാണ് അയാളുടെ പേര്? നമ്മളെ എക്സിന്റെ ആളാരാണ്? മസ്ക് പിന്താങ്ങി. മസ്കിന്റെ മകളെ ചെയ്തൊരു സംഭവം ഉണ്ടായല്ലോ അല്ലെ. മസ്ക് നേരെ തിരിച്ചു പറഞ്ഞു വളരെ മോശമാണ് അത് എന്നുള്ളത്. സ്വന്തം അടുക്കളയ്ക്കും പുരയ്ക്കും എത്തുമ്പോഴാണ് ഇവർക്ക് ഇത് മേത്തട്ടി തുടങ്ങുക. ട്രംപ് അമേരിക്കയിൽ 2 ജെൻഡർ മാത്രം, ആണും പെണ്ണും, വേറെ ജെൻഡർ തന്നെ അല്ലാന്ന് ട്രംപ്. അതായത് ഇവരൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതൊന്നും മതത്തിന്റെ പ്രശ്നമായിട്ട് പറയണ്ട, മനുഷ്യ സമൂഹത്തിന് തന്നെ അത് പ്രശ്നമാണ്. ഇസ്ലാമിന്റെ അഖീദന്റെ മാത്രം പ്രശ്നമല്ലത്. ഇങ്ങനെയൊക്കെയുള്ള ആർഗ്യുമെന്റുകൾ വന്നാൽ, അതായത് ഒരാള് ഇപ്പൊ ചില സോഷ്യൽ മീഡിയ മുസ്ലിം സപ്പോർട്ടേഴ്സ് ഉണ്ട്, അവർക്ക് ഓല ഉണ്ടാവുള്ളൂ അങ്ങനെ ഒന്നിച്ചു വാങ്ങി നിങ്ങൾക്ക് എന്താ പോലെ അവകാശമല്ലേന്ന്. അതായത് സെയിം സെക്സ് ലെസ്ബിയൻ റിലേഷൻ എന്ന് പറയുന്നത് ഹറാമാണ്, ആ സംഗതി ഹറാമാണ്. പക്ഷെ ഒരു ഹറാമ് ഹലാലാണെന്ന് വാദിക്കൽ റിദ്ദത്താണ്. ഈ പിന്താങ്ങുന്ന ആൾക്കാർ ഹറാമെന്ന് കൂട്ടി റിദ്ദത്താണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ അത് അങ്ങനെ ഒരു സ്പേസ് ഓൽക്കില്ല, ഓൽക്കങ്ങനെ ചെയ്തുകൂടെ? അപ്പൊ ഈ ഹറാമായ ഒരു സംഗതി അനുവദനീയാണെന്ന് വാദിക്കുന്നത് റിദ്ദത്ത്, അത് ഹറാമും കൂട്ടി റിദ്ദത്തേക്ക് എത്തി. അപ്പോ നമ്മൾ എന്തിനാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മോശമാവും. നമ്മള് ഓല് പറയുന്ന പോലെ നമ്മൾ പറഞ്ഞിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ മതസൗഹാർദ്ദവും മറ്റുള്ളവരും ശരിയാണെന്ന് പറയലൊക്കെ അതിന്റെ ഭാഗമാണ്. നമ്മളൊരു അപ്പോളജറ്റിക്കൽ ലൈനിലേക്ക് പോകുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണത്. അപ്പോളജറ്റിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ എന്താ പറയാ, പിന്നെ അസേർട്ടീവായിട്ട് നമ്മുടെ ഒരു സംഗതി പറയാൻ പറ്റണം. ആ സംഗതി സാമൂഹിക ഗുണത്തിനുള്ള, പൊതുസമൂഹത്തിന്റെ നന്മക്ക് ഉതകുന്നതാണെന്ന് പറയും. ഇസ്ലാമിന്റെ ലോകവീക്ഷണം പൊതുസമൂഹത്തിന് പറ്റുന്നതാണ്, ഇസ്ലാമിന്റെ അഖീദ പൊതുസമൂഹത്തിന്റെ നന്മയാണ് എന്ന് പറയാൻ പറ്റുന്നിടത്താണ് ഇത് വിജയിക്കുന്നത്. ഓക്കെ. അപ്പോ പിന്നെ ഈ ഒരു ഇപ്പോ ലിബറേഷൻ തിയോളജി, ഇപ്പൊ ഹാമിദ് ദബാഷിയുടെ ഒക്കെ ഒരു വർക്ക് ഉണ്ട്, വിമോചന ദൈവശാസ്ത്രം എന്നൊക്കെ പേരുണ്ട്. അതിന് മലയാളമൊക്കെ ഇപ്പൊ അതർ ബുക്സ് കുറച്ച് മുമ്പ് ഇറക്കിയിരുന്നു. എല്ലാ കാലത്തും ഇതൊക്കെ ഉണ്ടായിട്ടില്ലേ? ഇസ്ലാമിലേക്ക് വന്നാൽ അതിലൂടെ, അതായത് ഇസ്ലാമിന്റെ വിശ്വാസം വിമോചനത്തിന്റെ, കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ? ജർമ്മനി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗം എന്ന് പറഞ്ഞാൽ വഴി നടക്കാത്ത ആള് പൊന്നാനി പോയി തൊപ്പിട്ട് വന്നാൽ പിന്നെ അവർക്ക് നാട്ടിലത്തെ വലിയ ആചാര്യയുടെ കൂടെ ഇരിക്കുക പള്ളിയിൽ. അയാളാണ് ആദ്യം വന്നാൽ അയാളെ സുജൂദ് ചെയ്യുമ്പോൾ അയാളുടെ കാലിന്റെ അടിയിലേക്കും ആചാര്യ തല. അവിടെ ആചാര്യ പൂജാരി മൂല്യർ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഈ ഒരു സാമൂഹിക സമത്വം, സാമൂഹികമായ സുസ്ഥിതി, ഇസ്ലാമിക വിശ്വാസം
ഇസ്ലാമിന്റെ അഖീദയിലൂടെ മാത്രം സാധ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഇസ്ലാമിന്റെ അഖീദ എന്ന് പറയുന്നത് സാമൂഹിക ഗുണം മുന്നോട്ട് വെക്കുന്ന നല്ലൊരു ലോകവീക്ഷണമാണെന്നുള്ളത് അസർട്ടീവായിട്ട് നമുക്ക് പറയാൻ പറ്റണം. അതിന്റെ തുടർച്ചയിൽ വരുന്ന ഫിഖും അതിന്റെ തുടർച്ചയിൽ വരുന്ന ഇസ്ലാമിന്റെ ഏത് നിയമ വ്യവഹാരങ്ങൾക്കും പൊതുസമൂഹത്തിന്റെ നന്മ എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കൂടി ഉണ്ട്. അല്ലാതെ കുറച്ച് മുസ്ലിങ്ങളുടെ പ്രശ്നം